Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Yes, so let's start. നിങ്ങൾ വീണ്ടും ജോയിൻ ചെയ്യലാണ്. Yes, so let's start. Once again, good morning, all of you. So you have all joined for the introduction class of human resource management, right? Yes, ma'am. Yes, course മാറിയിട്ടില്ലല്ലോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സിന് വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ ബിഫോർ ദാറ്റ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. മൈ നെയിം ഈസ് നിഷ. നിഷ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇപ്പോഴെല്ലാ ബാച്ചിലും എവിടെയെങ്കിലും കയറുമ്പോ മിക്കവാറും നിഷ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഞാൻ നോക്കിയപ്പോ കണ്ടില്ല, അപ്പൊ നിഷ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, സോ ഐ എം ഓൾസോ എ ഫാക്കൽറ്റി ഓഫ് സ്മാർട്ട് ശ്രീ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിന്റെ ലക്ഷ്യം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആൻഡ് ബിഫോർ ദാറ്റ് ചോദിക്കട്ടെ, നിങ്ങളൊക്കെ എവിടെയൊക്കെ ഉള്ളവരാണ്? ഏതൊക്കെ ഡിസ്ട്രിക്ട് പറഞ്ഞാൽ മതിയാവും, കാരണം സ്ഥലം പ്രോപ്പർ ആയിട്ട് പറഞ്ഞ ചിലപ്പോൾ നമുക്ക് അറിയില്ല എവിടെയാണ്, അല്ലെ? ഞാൻ ആലപ്പുഴ. വയനാട്, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂര്. കൂടുതലും നമ്മൾ പോകാത്ത സ്ഥലങ്ങളാണ് കൂടുതലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ കേട്ടപ്പോ. എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ളവര് ഇവിടെ അടുത്ത പ്രദേശത്തുള്ളവരാരെങ്കിലും ഉണ്ടോ? തൃശ്ശൂരാണ്. എറണാകുളം ഡിസ്ട്രിക്ട് പറഞ്ഞവര് ആരെങ്കിലും അടുത്ത്? തൃപ്പൂണിത്രയാണ്. തൃപ്പൂണിത്രയാണ്. നോർത്ത് പറവൂർ അടുത്താരില്ല? കൊടുങ്ങല്ലൂർ, നോർത്ത് പറവൂർ, ഇങ്ങനെ ഈ ചുറ്റുവട്ടത്തൊന്നും ആരുമില്ല? ഇല്ല. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവരും കുറച്ച് ഡിസ്റ്റന്റ് ഉള്ളവരാണ്. യെസ്, ഓക്കെ. അപ്പൊ നമ്മുടെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? എന്തിനുള്ള പുറപ്പാടാ നിങ്ങൾ? എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കാൻ ചേർന്നിരിക്കുന്നത്? എന്തിനുള്ള പുറപ്പാടെന്ന് ഉദ്ദേശിച്ചാലേ, ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യാനാണ് പുറപ്പെട്ടേകളെന്നാണ് എന്റെ ചോദ്യം. അല്ലാതെ നിങ്ങൾ എന്തിനുള്ള പുറപ്പാടെന്നല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യാനാണ്. ടു ബിക്കം എ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആകാനുള്ള ഒരു എന്താ പറയാ, ആ ഒരു ഫോർമേഷന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ എല്ലാവരും ഈ ഒരു കോഴ്സിന്, അല്ലെ? ഓക്കെ, സോ യു മേ ഹാവ് മെനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദ കോഴ്സ്. അപ്പൊ ഈ കോഴ്സിനെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാം. നമ്മളുടെ ഇപ്പൊ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന്റെ ഒബ്ജക്റ്റീവ് അത് തന്നെയാണ്, ടു ക്ലിയർ ഔട്ട് യുവർ ഡൗട്ട്സ് റിഗാർഡിംഗ് ദ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആസ് എ കോഴ്സ് ആൻഡ് ഓൾസോ ഫ്രം വാട്ട് വി ആർ പ്രൊവൈഡിങ്. സ്മാർട്ട് ശ്രീ എന്തൊക്കെ നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും. അത്തരം സംശയങ്ങൾ മാത്രം മാറ്റുക എന്നുള്ളതാണ് ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ബിഫോർ സ്റ്റാർട്ടിങ് നമ്മളെ ഒന്ന് ഓൾ മ്യൂട്ട് കൊടുക്കുകയാണേ, കാരണം ചിലപ്പോൾ ചിലർക്ക് നമ്മളുടെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവില്ല, ക്ലാരിറ്റി വരാതിരിക്കുന്നത്, ഇവിടെ ഡിസ്റ്റർബൻസ് സൗണ്ടിൽ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്ന് മ്യൂട്ട് കൊടുക്കുകയാണ്. ആൻഡ് മ്യൂട്ട് കൊടുത്തിട്ട് നിങ്ങളെയൊക്കെ വായടപ്പിച്ചിരുത്തി ഞാൻ മാത്രം സംസാരിക്കുന്നു എന്ന് വിചാരിക്കണ്ട. ലാസ്റ്റ് ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് തരാം. ഇഫ് യു ഹാവ് ടു ആസ്ക് സംതിങ് ആഫ്റ്റർ ദ ഇൻട്രോ ക്ലാസ്. ഇൻട്രോ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് ഞാൻ മ്യൂട്ട് മാറ്റിക്കോളാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. അതല്ലെങ്കിൽ ഇതിന്റെ റെക്കോർഡ്സ് നമ്മളിപ്പോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഈ ക്ലാസ് ഇപ്പൊ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക.
those who are not able to attend the live class, this class should be provided as the recorded. Tomorrow ഇത് എന്ത് ചെയ്യും, നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇതിന്റെ റെക്കോർഡ് എടുത്തിട്ടാണ് അവിടെ കൊടുക്കുക. ബിക്കോസ് ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവുമായിരിക്കും. ഇതിനകത്ത് ആകെ 34 സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾക്ക് ഇത്രയല്ല, കുറച്ച് പിള്ളേരുണ്ടാവും. അപ്പൊ അവർക്ക് ചിലപ്പോൾ ഇത് ലൈവില് കയറാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജോലിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയതുകൊണ്ടോ. അപ്പൊ ആ ഒരു കൺവീനിയൻസിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുന്നതും അത് നിങ്ങളുടെ റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് വരുന്നത്. നമ്മുടെ ക്ലാസ്സുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ. റെഗുലർ ക്ലാസ്സും ഇങ്ങനെ തന്നെയാണ്, ദിസ് വേ ആണ്. അതായത് നമ്മൾ ഈ ക്ലാസ്സുകൾ ഇവിടെ ടീച്ചേഴ്സ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്യും. നെക്സ്റ്റ് ഡേ അത് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടുതരും. അത് റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി കൂടെ ഉള്ളത് കൊണ്ട് അവരും എന്ത് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കോഴ്സിന് വേണ്ടി. ബിക്കോസ് ഇതിപ്പോ ഡെയിലി എന്താ പറയാ, നമുക്കിപ്പോ ലൈവായിട്ട് കയറാൻ പറ്റും, മാത്രമേ ഉള്ളൂ, റെക്കോർഡൊന്നും ഇല്ല എന്നുള്ളതാണ് ചിലപ്പോ അവര് ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല. മനസ്സിലായി? കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സ്മാർട്ട് സിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ഫെസിലിറ്റി ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് മാത്രമല്ല, ഇത് റെക്കോർഡായിട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിൽ വരും. സോ അത് കാണാൻ പറ്റാത്ത, ലൈവിൽ വരാൻ പറ്റാത്തവർക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് അവിടെ വാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ എടുക്കുന്ന ക്ലാസ്സിന്റെ ഓരോ ദിവസത്തെയും ക്ലാസ്സിന്റെ ആ ഒരു ടോപ്പിക്കിന്റെ ഒരു 5 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അതേ ക്ലാസ് റൂമിൽ ഇട്ട് തരും. മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട്. ഹൗ മച്ച് യു ഹാവ് അണ്ടർസ്റ്റുഡ് ഫ്രം ദാറ്റ് പോർഷൻ, ആ ഒരു പോർഷനിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും തരുന്നതായിരിക്കും. ഓക്കെ, അതൊക്കെയാണ് ഇവിടെ ക്ലാസ് എടുക്കുന്ന രീതി. ഇപ്പൊ ഇത് എടുക്കുന്ന ഈ രീതി ഇങ്ങനെ പറഞ്ഞപ്പോ അതിന്റെ ഒപ്പം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. മനസ്സിലാകുന്നുണ്ടോ? മിണ്ടാനില്ലാന്ന് വെച്ചിട്ട് അവിടെ യു ഹാവ് ദ ഓപ്ഷൻസ് ഫോർ സം മേക്കിംഗ് സം റിയാക്ഷൻസ്. അവിടെ ഇല്ലേ ഇങ്ങനെ ഒരു സാധനം, റിയാക്ഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റുന്നത്? യെസ്, അതൊക്കെ കൊടുത്തോളൂ. നമ്മള് എന്താ പറയാ, നിങ്ങൾക്ക് മറ്റേ ക്ലിയർ ആകുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഓപ്ഷൻസ് കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്തിടുകയോ ടീച്ചർ അതിന്റെ കാര്യം പറയുന്നത് എന്താണെന്ന് കൂടി ക്ലിയർ ചെയ്യുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മളത് ചെയ്യുന്നതായിരുന്നു. ഓക്കെ, അപ്പൊ ക്ലാസ് എടുക്കുമ്പോഴും ഈ രീതി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ലൈക്ക് ദിസ്, ഇതുപോലെ തന്നെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചർ മനസ്സിലായോ, അവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലായെങ്കിൽ ഒന്ന് തപ്പിടുക, മനസ്സിലായില്ലെങ്കിൽ അതിനെ തിരിച്ച് നമുക്ക് ഓപ്പോസിറ്റ് വേയിലുണ്ടല്ലോ അത് ഇടുക, ടീച്ചർ ഒന്നുകൂടി ക്ലിയർ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമ്മള് ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ ഞാൻ അതൊന്ന് സൂചിപ്പിച്ചു മാത്രം. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ, ഇപ്പൊ നമ്മള് വി ആർ മൂവിങ് ടു ദ ടോപ്പിക്, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം, ഈ ഒരു ഇൻട്രോ ക്ലാസ്സിന്റെ ലക്ഷ്യം ടു ഇൻട്രൊഡ്യൂസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കോഴ്സ്. ഈ കോഴ്സിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മീൻസ് ടു മാനേജ് ദ ഹ്യൂമൻ റിസോഴ്സ്. വാട്ട് യു മീൻ ബൈ ഹ്യൂമൻ റിസോഴ്സ്? എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ? The employees also working in an organization altogether are called or termed as human resource. അതായത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനെയും ഒരുമിച്ച് നമ്മൾ പറയുന്ന ഒരു പേരാണ് ഹ്യൂമൻ റിസോഴ്സ്. The workforce of an organization, the labor force of an organization, the manpower of an organization are termed as human resource. ഒരു ഓർഗനൈസേഷന്റെ പോയിന്റ് ഓഫ് വ്യൂവില് നമുക്ക് പറയാം, ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന, ഏതെങ്കിലും ബിസിനസ് സംരംഭങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ ജോലിക്കാരെയും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ വിഭവം. മനുഷ്യനൊരു വിഭവമാകുന്നത് ആ ഓർഗനൈസേഷന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോഴാണ് അല്ലെ. ദ പ്രൊഡക്ടിവിറ്റി വി ഗിവ് ആസ് എൻ ഔട്ട്പുട്ട്, നമ്മളിൽ നിന്ന് കൊടുക്കുന്ന. ഇപ്പൊ ഇൻ ദിസ് ഓർഗനൈസേഷൻ, സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ ഐ എം എ ഹ്യൂമൻ റിസോഴ്സ്, ഞാൻ ഒരു ഹ്യൂമൻ റിസോഴ്സിൽ പെട്ട ആളാണ്. എമംഗ് ദ എംപ്ലോയീസ്, ഇവിടെയുള്ള ടീച്ചേഴ്സ്, ടെക്നിക്കൽ സ്റ്റാഫ്, PROs, മറ്റ് സ്റ്റാഫുകൾ എല്ലാവരെയും കൂടി നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് വിളിക്കാം. അതിനകത്ത് പെട്ട ഒരാളാണ് ഞാൻ. അപ്പൊ ആസ് എൻ എംപ്ലോയി, ഒരു ജോലിക്കാരി എന്ന രീതിയിൽ ഞാനും ആ ഒരു ഹ്യൂമൻ റിസോഴ്സിന്റെ പാർട്ടാണ്. മനസ്സിലായോ? അപ്പൊ ഇവരെ എല്ലാവരെയും മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്ന കോഴ്സിന്റെ ലക്ഷ്യം. വലിയ അടങ്ങേറായോ? പഠിക്കാൻ പോയ കോഴ്സ് ഇത്രയും വലിയ പാരയാകുമെന്ന് വിചാരിക്കണ്ട. നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുക. സി, ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളെല്ലാവരും മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന കൂടുതൽ ശബ്ദവും ഞാൻ കേട്ടത് പെൺകുട്ടികളുടെയാണ്, ഗേൾസിന്റെയാണ് കൂടുതൽ ശബ്ദം കേട്ടത്. 1-2 പേരുടെ ഒരു ആൺകുട്ടികളുടെ ശബ്ദം കേട്ടിരുന്നു. അവരെവിടെ പോയി? ഒന്ന് സംസാരിക്കുമോ? ഒരു ആൺകുട്ടി ആരെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ, അല്ലെങ്കിൽ ഒരു തമ്മിടോ? ആരാണ്? 1-2 പേരുടെ ശബ്ദം കേട്ടിരുന്നു. ആരായിരുന്നു അത്?
ശ്രീശാന്ത്, ധനുഷ്, അഭിമന്യു, യെസ്, ദെൻ റോബിൻ. ഇത്ര പേരുണ്ടായിരുന്നോ? ആൺകുട്ടി മുഹമ്മദ്, ശരി, മുഹമ്മദ്, വിശാൽ, രാജേഷ്, പ്രണവ്. ഓക്കെ, അപ്പൊ കൂടുതൽ കുട്ടികളുണ്ട് കേട്ടോ. ആൺകുട്ടികള് വളരെ എന്താ പറയാ അധികം അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ ചാർമില് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലുണ്ട് കേട്ടോ. നമ്മളിവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കോഴ്സ്, മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, അത് പെൺകുട്ടികൾക്ക് പറ്റി മാത്രം. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ഓഫീസ് ആൻഡ് ഗ്ലോബൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ്, പിന്നെ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം എന്ന് പറയുന്ന ഇത്രയും കോഴ്സുകളൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതില് എനിക്ക് തോന്നുന്നത് ചാർമിലാണ് കൂടുതലും ആൺകുട്ടികൾ ഉണ്ടാകുക, ബോയ്സ് ഉണ്ടാകുക. ഓക്കെ, അപ്പൊ ബോയ്സ് അവിടെ തൽക്കാലം ഇരുന്നോട്ടാ. നമ്മളുടെ ഗേൾസിനോടാണ് ഇത് ചോദ്യം. നമ്മുടെ വീടുകളിലൊക്കെ എത്ര ആളുകളുണ്ട് ഏകദേശം? മിക്കവാറും കുറച്ച് കൂടുതൽ സ്റ്റുഡൻസും ചിലപ്പോ വേണമെങ്കിൽ ഹൗസ് വൈഫ്സ് ആയിരിക്കാം, വീടുകളിൽ ഇരിക്കുന്നവരായിരിക്കാം, ജോലിക്ക് വേണ്ടി ഇപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കുഞ്ഞുവാവയൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിട്ട് അതൊക്കെ മാറി ഇനിയിപ്പോ നമുക്ക് ജോലിയൊക്കെ ചെയ്യണം അല്ലെ? നമ്മളുടെ ഇക്കോണമിക്ക് വേണ്ടി, നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടി ഞാനും ഒരു ഇൻകം നേടുന്ന ഒരു പൗരനാകണം എന്നൊക്കെ ചിന്തയൊക്കെ പറഞ്ഞപ്പോ നമുക്കും ഒരു ജോലി വേണം എന്നുള്ള ഒരു ആഗ്രഹം, എന്റെ ഒരു സ്റ്റേറ്റസ് ഡെവലപ്പ് ചെയ്യണം, എനിക്കൊരു ഇൻകം ഏർണിംഗ് പേഴ്സൺ ആകണം എന്നൊക്കെ ഒരു വിചാരം സമയത്ത് ജോയിൻ ചെയ്തവരായിരിക്കും, എന്തെങ്കിലും ജോലി വേണം എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നമ്മളുടെ വീടുകളിൽ ഞാനിപ്പോ ചോദിക്കുന്നത് ഏകദേശം എത്ര ആളുകൾ ഉണ്ടായിരിക്കും വീട്ടില്? ഒരു വീട്ടില് ഏകദേശം ഇന്നത്തെ കാലത്ത് ഒരു 5, ഒരു 6, മാക്സിമം പോട്ടെ ഒരു 7 പേരുണ്ടായിരിക്കും അല്ലെ? 7 പേര്, 4 ഉള്ളൂ മിക്കവാറും. ഞാനൊരു കുറച്ചുകൂടി കയറ്റിയിട്ട് പറഞ്ഞു ഒരു 7 പേരുണ്ടെന്ന് ജസ്റ്റ് ഇമാജിൻ. എന്ന് വെച്ചാൽ ഒരു വീട്ടില് അച്ഛനും അമ്മയും ചിലപ്പോ 3 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും, അതായത് ഗ്രാൻഡ് പാരന്റ്സും, അങ്ങനെ 7 പേര്. അങ്ങനെയാണ് ഞാനൊരു 7 പേര് ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെ 7 പേരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ കുറവുണ്ടാവുള്ളൂ മിക്കവാറും. ഈ 7 പേര് നമ്മുടെ വീട്ടില് ഇവരെയൊക്കെ നമ്മളെല്ലാവരെയും നോക്കി അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നവരാണ് മിക്കവാറും പെൺകുട്ടികൾ. ഒരു വീടിനെ മാനേജ് ചെയ്യുന്നവര് എന്ന് വെച്ചാൽ ഒരു ആളുണ്ടാവുമല്ലോ, വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നു. ദാറ്റ് മീൻസ് കിച്ചൺ ഡ്യൂട്ടീസ്, വീടിനെ ക്ലീൻ ചെയ്യുന്ന ഹൗസ് കീപ്പിംഗ് ജോലികളൊക്കെ വീടിനെ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്, ഡ്രസ് വാഷിങ്, നമ്മളുടെ പ്രൈവസി, നമ്മുടെ വീടിന് ചുറ്റുമുള്ള സ്ഥലമൊക്കെ വൃത്തിയാക്കി ഇടുക, ഇങ്ങനെയുള്ള കാര്യങ്ങള്. കുട്ടികളെ ശ്രദ്ധിക്കണം, അവരുടെ പഠന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു, അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോ വണ്ടിയൊക്കെ എടുത്ത് ഓടിപ്പോകുന്നു അല്ലെ? വീട്ടിലെ അച്ഛന്മാര് സാധാരണ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു. വൈകുന്നേരം തിരിച്ചു വന്നാൽ പണ്ടൊക്കെ പേപ്പറൊക്കെ വായിച്ചിരിക്കും. കാലത്ത് കുറച്ച് പോയി പേപ്പർ വായിച്ച് പോയിട്ടുണ്ടാകും. വൈകുന്നേരം ഒന്നാലും ഒന്നുകൂടി വായിച്ചൊക്കെ ആ ന്യൂസ് ഒക്കെ കാണുക, അല്ലെങ്കിൽ വല്ല ടി വി ഒക്കെ ഓൺ ചെയ്തപ്പോ അങ്ങനെ വിഷ്വലും കൂടി ഉള്ളത് കൊണ്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മൊബൈൽ തോണ്ടുക, അത് അവരുടെ ജോലി. ഓക്കെ, ബാക്കി പെണ്ണുങ്ങള് ഒരുപാട് മേഖലകൾ കടന്ന് ജോലി ചെയ്യുന്നത്. കാരണം ഇവര് ജോലിക്ക് പോകുന്നവരാണല്ലോ. അപ്പൊ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന എന്നുള്ളൊരു ചിന്തയെങ്കിൽ ഈ ജോലികളൊക്കെ നമ്മൾ ചെയ്യുന്നു. കൂടാതെ കുട്ടികളുടെ പല കാര്യങ്ങൾക്കും അവർക്ക് വേണ്ടി സ്കൂളിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ പെട്ടെന്ന് വാങ്ങിക്കണോ എന്ന് പറയുന്നത് വണ്ടി എടുത്ത് വേഗം പോകുന്നു, വാങ്ങിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കുട്ടികളൊക്കെ ചിലപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഇരുന്നിട്ടേ ഈ എന്താ പറയാ നമ്മള് ഓരോ കാര്യങ്ങളും അടക്കി ഒതുക്കി അതിൻ്റെതായ രീതിയിൽ സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായി ഓർഗനൈസ് ചെയ്ത് വെക്കും. കുട്ടികൾ അതൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ തകിടം മറിച്ചൊക്കെ ഇടും. അപ്പൊ നമ്മൾ വായി തോന്നിയതൊക്കെ പറയുന്നത് നിങ്ങളെ അല്ലെ, എന്തൊക്കെ കാണിച്ചിട്ട് രാവിലെ തുടങ്ങി ഞാൻ ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചതാ, നിങ്ങളൊക്കെ തോന്നിയോർത്ത് കൊണ്ടുപോയി, നിങ്ങളെയൊക്കെ ഞാൻ തോറ്റു, ഞാൻ നിങ്ങളെ കൊണ്ടൊക്കെ തോറ്റു എന്ന് പറയും ഇല്ലേ? തോറ്റു എന്ന് പറയാറുണ്ടോ? ആ വാചകത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എത്ര കഷ്ടപ്പെട്ടത്. നിങ്ങൾ പറ. ഓക്കെ, നമ്മൾ പരമാവധി ഒരു ദിവസത്തിൽ ചിലപ്പോൾ എല്ലാവരും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പറയാതിരിക്കുന്ന ഒരു വാചകമല്ല ഇത്. ഏത്? ഞാൻ നിങ്ങളെ കൊണ്ട് തോറ്റു, മനുഷ്യൻ തോറ്റു എന്ന് അല്ലെ? അച്ഛനമ്മമാർക്ക് ഭക്ഷണം അവരുടെ നേരത്തിന് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ദേഷ്യം കയറും. അവർ പങ്ക്ച്വലാണ്. 12:30, 1 മണി എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഫുഡ് കിട്ടിയിരിക്കണം. ഇച്ചിരി വയസ്സായവരാണെങ്കിൽ കുട്ടികൾക്ക് അവരുടേതായ ഇഷ്ടത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ കിടന്ന് ബിക്കം ക്രേസി, എന്തോ നമുക്ക് പട്ടുപിടിക്കുന്ന പോലെയാവും. എങ്ങനെയെങ്കിലും ഇതുങ്ങളെല്ലാം മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നത്. ഈ വീട്ടിലുള്ള നമ്മുടെ ബ്ലഡ് റിലേഷനിലുള്ള നമ്മളുടെ സ്വന്തം എന്ന് നമ്മൾ പറയുന്ന ഈ 5 എണ്ണത്തിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ പല പല വീടുകളിൽ നിന്ന്, പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, പല നേച്ചറുള്ള, പല ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരുപാട് പേരെ മാനേജ് ചെയ്യാൻ ഒക്കെ പോണേ. അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? വീട്ടില് നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടാവും? നമ്മുടെ ഭർത്താവ്, കുറെ കാലം കൊണ്ട് അറിയാം. അവരുടെ അച്ഛനമ്മ, അവരെയും മനസ്സിലാക്കി നമ്മളെങ്ങനെയൊക്കെയാണ് അവരുടെ രീതികള്, നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങള്, അപ്പൊ നമ്മളുടെ ബ്ലഡ് റിലേഷൻ ആണ് അവരുകള്. ഇവരുകളെ മാനേജ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ വാചകം പറഞ്ഞത്, ഞാൻ തോറ്റു എന്ന്.
അപ്പൊ നമ്മൾ തൊഴിൽ സംവദിക്കാൻ വീണ്ടും നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ മുഴുവൻ മാനേജ് ചെയ്യണം, അവരുടേതായ കാര്യങ്ങൾ ഫ്രം എ ടു സെഡ്. ഒരു ഓർഗനൈസേഷനിലെ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ്, മാൻ പവർ, അല്ലെങ്കിൽ ഈ പറയുന്ന എംപ്ലോയീസ് എന്ന് പറയുന്ന ആളുകളെയൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ള ആ ഒരു കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുകളിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതാണെന്ന് വിചാരിക്കുക. ഏതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? മീൻസ് മാൻ പവർ മാനേജ്മെന്റ് ആണ്, എംപ്ലോയി മാനേജ്മെന്റ് ആണ്, അവരുടെ കാര്യങ്ങളാണ്. സി, ഈ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാൻ പവർ എങ്ങനെയാണ് നോക്കാം. ഇൻ ആൻ ഓർഗനൈസേഷൻ there are 4 components. ഒരു ബിസിനസ് ഓർഗനൈസേഷനെ എടുക്കുകയാണെങ്കിൽ 4 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒരു ഓർഗനൈസേഷനെ ഫോം ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റുകൾ, വിച്ച് ഈസ് ടേംഡ് ആസ് 4 M's. 4 എമ്മുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന 4 കമ്പോണന്റ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. ഏതൊക്കെയാണ്? മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. ഈ മെൻ എന്ന് പറയുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ്. ആ എം കറക്റ്റ് ആക്കാൻ വേണ്ടി 4 എമ്മുകളെ എന്നൊക്കെ പറയും, 4 P's എന്നൊക്കെ പറയുന്നത് പോലെ, പീകൾ പോലെ 4 M's ഉണ്ട്. ഈ എമ്മുകൾ ഒന്ന് അവർ എന്താ പറയാ, പ്രാസം ഒപ്പിച്ചൊക്കെ റൈം ചെയ്ത് പറയാൻ വേണ്ടി എം ആക്കിയതാണ്. ആ എം എന്ന് പറയുന്ന മെന്നാണ് എന്തായി മാറിയത്? ഹ്യൂമൻ റിസോഴ്സ്. മനസ്സിലായോ? അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് ഈ 4 ഘടകങ്ങളും നെസസറിയാണ്. ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 4 കമ്പോണൻസ് ആണ്. മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന മെൻ. ക്ലിയർ ആയോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്താണ് മണി? കാശില്ലാണ്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? If you have to start a business, you need some money, which is called a capital. ബിസിനസ് തുടങ്ങാൻ എന്ത് വേണം? കാശ് വേണം. ആ കാശിനെ, കാശോ അല്ലെങ്കിൽ കുറെ സാധനങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വേണം. ഇപ്പൊ ഒരു പ്രോപ്പർട്ടീസ് ലൈക്ക് ബിൽഡിങ്, കുറച്ച് ലാൻഡ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണു ഞാൻ. കയ്യിലൊരു കാശും ഇല്ല, എന്താ പറയാ, ബിസിനസ് തുടങ്ങാൻ പറ്റിയ ഇടമോ സ്ഥലമോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഒന്നും ഇല്ലാണ്ടൊക്കെ ആഗ്രഹം മാത്രം പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ല. അത് ആ ബിൽഡിംഗ് ഇല്ലെങ്കിൽ ബിൽഡിംഗ് വാങ്ങിക്കാനും ലാൻഡ് വാങ്ങിക്കാനും ഒക്കെ ഉള്ള പണം വേണം. മണി, വിച്ച് ഇസ് ക്യാപിറ്റൽ. അതിനെയാണ് നമ്മൾ മൂലധനം എന്ന് വിളിക്കുക. അത് വേണം. പിന്നെ മണി മാത്രം മതിയോ ബിസിനസ് തുടങ്ങാൻ? ഇപ്പൊ അത് പറ്റൂല. ഒരു ബിസിനസ് ലൈക്ക് ഇപ്പൊ നമ്മൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ആ ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങണം എനിക്ക്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാശൊക്കെ സമാഹരിച്ചു. എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, ബാങ്കിലെ ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗോൾഡോ ഒക്കെ വെച്ചിട്ടോ ഒക്കെ എന്ത് ചെയ്യാം, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയുള്ള ക്യാഷ് ഒക്കെ ഞാൻ ഒപ്പിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ക്യാഷ് കൊടുത്ത് ഒരു കുറച്ച് ബിൽഡിംഗ് അതിന് വേണ്ടിയിട്ട് നോക്കി. റെന്റഡ് ആകാം, ഓൺഡ് ആകാം, ഇത് വേണമെങ്കിലും ആവട്ടെ, ഏത് രീതിയിലാണെങ്കിലോ ഞാനൊരു ബിൽഡിംഗ് ഒപ്പിച്ചെടുത്തു. ഇനി ആ ബിൽഡിങ്ങിലേക്ക് നമ്മൾ എന്ത് ബിസിനസ് ആണ് നടത്തുന്നത്? ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആണെങ്കിൽ അവിടേക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ വേണം, അല്ലെ? തുണിത്തരങ്ങളൊക്കെ ഇഷ്ടം പോലെ വേണം. അപ്പൊ അത് നമ്മൾ വാങ്ങിക്കണം. അത് വാങ്ങിച്ചുകൊണ്ടെന്ന് അത് വെച്ചാലല്ലേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും കുറഞ്ഞ വിലയിൽ അത് നമ്മൾ വാങ്ങിച്ചിട്ട് പറ്റുന്ന മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ വില കൂട്ടി ഞാൻ വിൽക്കുന്നു, അല്ലെ? അങ്ങനെയല്ലേ ചെയ്യാ? മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് അങ്ങനെയല്ലേ? എന്ത് സാധനം അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ആണോ അല്ലേ? അല്ലയോ? ആരും കണ്ടതില്ലല്ലോ. ഫോളോ മീ. പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ സ്ലാങ് ഇച്ചിരി ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. ചില നാട്ടിലെ ആളുകൾക്ക് നമ്മളുടെ ചില ആളുകളുടെ സ്ലാങ് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. മലപ്പുറത്തുള്ള ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കേൾക്കാൻ. പക്ഷെ നമുക്കേ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അവർ പറയുന്നത് കേൾക്കാൻ നല്ല ഇഷ്ടമുണ്ട്. ചില പ്രോഗ്രാംസ് ഒക്കെ ടിവിയിൽ കാണുമ്പോ ചില കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ ചില റിയാലിറ്റി ഷോസ് ഒക്കെ പറയുമ്പോ അവരുടെ സ്ലാങ് ഇപ്പോഴുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് കേൾക്കാൻ നല്ല രസം, കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കാൻ പോകുന്നു. പെട്ടെന്ന് ക്ലിയർ ആവില്ല, എന്താന്ന് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആവില്ല. കുറെ നന്നായി ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമാണ് ചിലപ്പോൾ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ അതുപോലെ ആയിരിക്കും എന്റെയും. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ പറയണം. ഓക്കെ. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞിരുന്നേ? യെസ്. അപ്പൊ നമ്മള് മെറ്റീരിയൽസ്. അപ്പൊ ആ ഓർഗനൈസേഷൻ നടത്തണമെങ്കിൽ നമ്മൾ എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് വി ഹാവ് ടു ഒബ്റ്റെയിൻ ഫ്രം ഡിഫറെന്റ് സോഴ്സസ്, ഫ്രം ഡിഫറെന്റ് സപ്ലയേഴ്സ്. എവിടെ നിൽക്കോ നമുക്കത് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യുന്നു, അത് വാങ്ങിച്ചുകൊണ്ടെന്ന് നമ്മളുടെ ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന, ഓർഗനൈസ് ചെയ്തിരിക്കുന്ന റാക്സിലൊക്കെ കൊണ്ടത് ഡിസ്പ്ലേ ചെയ്ത് വെക്കും. എന്നിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, വാങ്ങിച്ച അതേ വിലയ്ക്ക് തന്നെ ആരൊക്കെ വിൽക്കുന്നുണ്ടോ? ഇല്ല. വിൽപ്പനക്കാരൻ എന്ത് ചെയ്യും? ആഡ് സം പ്രോഫിറ്റ് ടു ഇറ്റ്. അതിന്റെ കോസ്റ്റിനോടുകൂടി കുറച്ച് പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്ത് ആണ് അത് വിൽക്കുന്നത്. C+P എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. PP + P, കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ഗിവ്സ് സെല്ലിംഗ് പ്രൈസ് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ചെറിയ കുഞ്ഞു ക്ലാസ്സിലും കണ്ട 5ലോ 6ലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇത് ഇപ്പൊ ലാഭം കൂടി ആഡ് ചെയ്തിട്ട് അപ്പൊ മെറ്റീരിയൽസ് വേണം. ദെൻ
മെഷീനറീസ്, പല മെഷീനറീസ് വേണം അല്ലെ? ഒരു ബിസിനസ് നടത്താൻ പല മെഷീൻസ് ലൈക്ക് കമ്പ്യൂട്ടേഴ്സ്, AC. ഒരു ബിസിനസ് ഇന്ന് AC ഒന്നും ഇല്ലാത്ത ഒരു ബിസിനസ് സ്ഥാപനവും നടത്തിപ്പിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അപ്പൊ AC ഉണ്ടെങ്കിൽ അതൊക്കെ മെഷീൻസ് ആണ് അല്ലെ? കമ്പ്യൂട്ടർ, അതുപോലെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള മെഷീനറീസ് ഒക്കെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ചില ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ ഓൺ പ്രോഡക്റ്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതിന് കട്ടിംഗ് മെഷീൻസ് വേണം. തുണിത്തരങ്ങളൊക്കെ കുറെ ലാർജ് ക്വാണ്ടിറ്റിയിലൊക്കെ മുറിക്കുന്നത് നമ്മുടെ സാധാരണ സിസേഴ്സ് വെച്ചിട്ടല്ല, വലിയ കട്ടിംഗ് മെഷീനാണ്. കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ വീഡിയോസിലൊക്കെ കാണാൻ പറ്റും ഇല്ലേ? വലിയ ടെക്സ്റ്റൈൽ യൂണിറ്റ് ഒക്കെ നടത്തുന്നവര് ഓൺ പ്രൊഡക്ഷൻ നടത്തും. ചിലപ്പോൾ സ്വന്തമായിട്ട് മെറ്റീരിയൽസ് ഒക്കെ മുറിച്ച് അവർ തന്നെ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും പുതിയ പുതിയ സ്റ്റൈൽ ഡ്രസ്സുകളൊക്കെ. അപ്പൊ അതിനെ കട്ട് ചെയ്യുന്നത് വലിയ ബൾക്കായിട്ടുള്ള ഇങ്ങനെ കട്ടിക്ക് തുണി വെച്ചിട്ട് ഒറ്റയടിക്ക് കട്ട് ചെയ്യും. അതിന് ചേർത്ത് പറ്റില്ല, കത്രിക പറ്റില്ല, അതിന് വലിയ മെഷീൻ ഉണ്ട്. അങ്ങനെയുള്ള മെഷീനറീസ്. അപ്പൊ മെഷീനറീസ് ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ് തിങ്. ബിസിനസ്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തന്നെയാണ് മെഷീനും. അതിനേക്കാളേറെ അത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെൻ. കുറെ ജോലിക്കാർ വേണ്ടേ? നമ്മൾ പറയും ന്യൂ ടെക്നോളജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മനുഷ്യന്മാരുടെ ജോലിഭാരവും മനുഷ്യന്മാരെ ജോലിയുടെ സ്ഥലങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പുതിയ പുതിയ ഉപകരണങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നോവേഷൻസ് നടക്കുന്നുണ്ട് അല്ലെ? റോബോട്ടുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. മനുഷ്യന്റെ ജോലി കുറയ്ക്കുക എന്നുള്ളതാണ്. മനുഷ്യന് ജോലി കുറച്ച് അൺഎംപ്ലോയ്മെന്റ് കൂടി വരികയാണ് നമ്മുടെ നാട്ടില് അല്ലെ? മനുഷ്യന്മാര്. അപ്പൊ മനുഷ്യന് ഇപ്പൊ വരെ പ്രസന്റ് വരെ എന്തായാലും മനുഷ്യന്മാരെയും ഒരുപാട് ഓർഗനൈസേഷനിൽ ആവശ്യമുണ്ട്. ഒരുപാട് എംപ്ലോയീസിനെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യാൻ, ഓരോ സ്ഥലങ്ങളിലും ജോലിക്ക് നിർത്താനായിട്ട് ആൾക്കാരെ വേണം. ഇതൊക്കെ സെയിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ ജോലി എന്താ പറയാ കസ്റ്റമേഴ്സ് വരുമ്പോ അവര് എന്താ പറയാ ഫ്രണ്ട് ഓഫീസായിട്ട് കൂടി ചെന്നിട്ട് അവരെ റിസീവ് ചെയ്യാൻ, അവരോട് എവിടേക്കാ ഏത് മെറ്റീരിയൽ എന്ത് സാധനം വേണ്ടതെന്ന് ചോദിച്ച് അവരെ ആ സ്ഥലത്തേക്ക് ഡിറക്ട് ചെയ്യാൻ, അങ്ങനെയൊക്കെ ഓരോ സ്ഥലം ക്യാഷിലിരിക്കാൻ അല്ലെ? ഒത്തിരി എംപ്ലോയീസിന് ആവശ്യമുണ്ട്. അപ്പൊ മെൻ എന്ന് പറയുന്നതും നമുക്ക് എന്താ പറയാ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ പറയുന്ന 4 കമ്പോണൻസിലും ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് മെൻ തന്നെയാണ്. മെൻ ഇസ് ആൻ അസറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ അസറ്റ് ആണ്. നല്ല നല്ല എംപ്ലോയീസ് നമുക്ക് ഉണ്ടെങ്കിൽ അത് ഓർഗനൈസേഷന്റെ വളർച്ചയാണ് അല്ലെ? അവരെ നന്നായി നമ്മൾ എന്ത് ചെയ്യണം? ഓർഗനൈസേഷനിൽ എംപ്ലോയർ നല്ല രീതിയിൽ പരിപോഷിച്ച് മോട്ടിവേറ്റ് ചെയ്ത് അവരെ കൊണ്ടുവരണം. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? അവര് മൂലം ഓർഗനൈസേഷന് പല രീതിയിലും വളരാൻ സാധിക്കും. നല്ല എംപ്ലോയീസിനെ കൊണ്ടുവരണം. ഒരു ഓർഗനൈസേഷനിൽ റിക്രൂട്ട്മെന്റ് നടത്തും. പുതിയ പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യും. കുറെ ആൾക്കാർ ഇവിടെ ഇന്ന വിഭാഗത്തിൽ ഒഴിവുണ്ട്, സെയിൽസ് എക്സിക്യൂട്ടീവ്സിന്റെ ഒഴിവുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് അതിന് ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കും. അപ്പൊ അതിൽ നിന്ന് ഒരു 10 ഒഴിവുണ്ടെന്ന് വിചാരിക്കുക. സെയിൽസ് എക്സിക്യൂട്ടീവ്സിന്റെ 10 ഒഴിവില് ഒരു 100 ആപ്ലിക്കേഷൻ കിട്ടി. 100 പേരും പോന്നോ ഇവിടെ ജോലി തരാം. അങ്ങനെയാണോ എംപ്ലോയർ ജോലിക്കാരനെ എടുക്കുക? അല്ല. ഈ 10 പേരെയാണ് നമുക്ക് ആവശ്യമുള്ളൂ. ആ വേക്കൻസീസ് 10 ഉള്ളൂ. വി ഹാവ് ടു ഫിൽ ഓൺലി ദ 10 വേക്കൻസീസ്. 10 വേക്കൻസി നമുക്ക് ഫിൽ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രം ദീസ് 100 ആപ്ലിക്കേഷൻസ്, ഇതിന്ന് 100 ആപ്ലിക്കേഷൻസിൽ നിന്ന് വി ഹാവ് ടു സെലക്ട് ദ ബെസ്റ്റ്. ഇതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ക്വാളിഫൈഡ് ആൻഡ് എല്ലാ രീതിയിലും നല്ല കാര്യങ്ങളും ഉള്ള ആളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ ക്വാളിഫിക്കേഷൻ മാത്രം ഇല്ലാണ്ട് നോക്കുക. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? ഒരു എന്തെങ്കിലും പഠിച്ച് കിട്ടിയതിന്റെ സർട്ടിഫിക്കറ്റിന്റെ തൂക്കം, അല്ലെങ്കിൽ അതിനകത്തുള്ള മാർക്കിന്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡ്, അതിന്റെ ആ ഒരു അളവ്, ഇതൊക്കെ നോക്കി പണ്ടൊക്കെ ജോലിയും അല്ലെങ്കിൽ അടുത്ത ഹയർ ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻസും ഒക്കെ വരുമ്പോ അങ്ങനെയൊക്കെയാണ് നോക്കുക. പക്ഷെ ഇന്ന് പല ജോലിയിലേക്കും ആളുകളെ എടുക്കുമ്പോൾ ഇതിന്റെ ഈ പറയുന്ന കാര്യങ്ങളായിട്ട് മാത്രമല്ല പാരാമീറ്റേഴ്സ് ആയിട്ട് എടുക്കുക. കൂടുതൽ ദേ ആർ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ഫോർ ദ എനർജി, സ്മാർട്ട്നെസ് അല്ലെ? എത്രത്തോളം ആ ആള് ആ ഒരു ജോലി ചെയ്യാനായിട്ട് സ്മാർട്ടാണ്. അതിനാണ് ഈ ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. See, from that interview itself, they can understand how energetic and smart the candidate is. ആ കാൻഡിഡേറ്റ് എത്രത്തോളം സ്മാർട്ട് ആണ്, എനർജറ്റിക് ആണെന്ന് ഇന്റർവ്യൂയിലൂടെ അവർക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ അത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഏറ്റവും നല്ല ആളുകളെ നോക്കി ഇന്റർവ്യൂസ് ചെയ്യുന്ന ആ 10 എണ്ണം കഴിക്കാൻ വേണ്ടി എടുക്കും. ബാക്കി വിൽ ബി റിജക്റ്റഡ് ഒബിയസ്ലി അല്ലെ? ബാക്കിയുള്ളവരെ നമ്മൾ നിരസിക്കേണ്ടി വരും. അല്ലാതെ ബാക്കിയുള്ള ഇനി 90 പേർക്ക് കൂടെ ജോലി കൊടുക്കാനില്ല. നമുക്ക് 10 വേക്കൻസി ഉണ്ടായുള്ളൂ. കിട്ടിയത് ചിലപ്പോ ചില ബിസിനസ് ഓർഗനൈസേഷനിൽ അവിടുത്തെ ഓർഗനൈസേഷന്റെ ഗുഡ് വിൽ അനുസരിച്ച് ആപ്ലിക്കേഷൻസ് കൂടുതൽ വരും. ഇപ്പൊ ലുലു പോലെയുള്ള ഓർഗനൈസേഷൻസിൽ ഇഫ് ദേ ആർ പബ്ലിഷിംഗ് എ വേക്കൻസീസ് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ അതിനകത്തേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. ബിക്കോസ് അതൊരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. കാരണം അതിനകത്തൊരു ജോലി കിട്ടുക അതിന്റെ ഒരു സ്റ്റേറ്റസ് ആണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യുന്നവരുണ്ട്. അവിടെ ജോലി കിട്ടിയാൽ നന്നായിരുന്നു, നമ്മുടെ സ്റ്റേറ്റസിന് കുറച്ച് ഇംപ്രൂവ് ചെയ്യാം അല്ലെ?
അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആളുകൾ ഇഷ്ടംപോലെ അപ്ലൈ ചെയ്യും. ഒരു 100 വേക്കൻസി ഉണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ കിട്ടുന്നത് ഒരു 10,000-3000 ആപ്ലിക്കേഷൻസ് ആയിരിക്കും. അതിൽ നിന്ന് അവർ എന്ത് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുന്നത് ആ എണ്ണത്തിനനുസരിച്ചാണ്. പക്ഷെ കൺസിഡറിങ് മെനി പാരാമീറ്റേഴ്സ്, കുറെ കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടാണ്. ക്വാളിഫിക്കേഷൻ മാത്രമല്ല, അവരുടെ എത്രത്തോളം ജോലി ചെയ്യാനുള്ള അവരുടെ ആ ഒരു കമ്മിറ്റ്മെന്റ്, അവരുടെ ഇന്റർവ്യൂസിന് അണ്ടർസ്റ്റാൻഡ്, അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പൊ ഇതൊക്കെ അതിന്റെ ഒരു മാനദണ്ഡങ്ങളാണ് എന്ന് ആലോചിക്കുക. അപ്പൊ ഒരു എന്താ പറയാ, ഓർഗനൈസേഷനെ മാനേജ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ അവിടെ മാനേജ് ചെയ്യപ്പെടേണ്ടതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും അത്യന്താപേക്ഷിതവുമായിട്ടുള്ള ഒരു അസറ്റ് എന്ന് പറയാം നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സിനെ. അപ്പൊ ഈ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സിലൂടെ പഠിക്കുന്നത്. ആൻഡ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്നത്, ഇതിന്റെ ഡിപ്ലോമ മാത്രം എടുത്തവരാണെങ്കിൽ, ഡിപ്ലോമ പ്ലസ് പി ജി ഒക്കെ ഉണ്ട്, പി ജി കൂടെ എടുത്തവരാണെങ്കിൽ അവർക്കതും, ഡിപ്ലോമയിൽ നമ്മൾ ഇതിനകത്ത് കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. ദാറ്റ് മീൻസ് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അതെങ്ങനെയാണ് ഇത്രയും വലിയ ഒരു കോഴ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു. കാരണം ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ നോ ഈസ് ദ ആൻസർ. ഉണ്ടായിരുന്നില്ല. കാരണം നവഡേസ് അന്നൊക്കെ മനുഷ്യന്മാർക്ക് ഇത്രയധികം കച്ചവടത്തിൽ ഇത്രയും കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നില്ല. ഇന്ന് വി ആർ ലിവിംഗ് ഇൻ എ ബിസിനസ് ഓറിയന്റഡ് വേൾഡ്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് കച്ചവടത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു വേൾഡിലാണ്. ചിന്തിച്ചു നോക്കിയേ, നമ്മളെ കുട്ടികളൊക്കെ എന്താ സംസാരിക്കുന്ന ചില സംഭാഷണങ്ങളൊക്കെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അവരും അവിടെയും കച്ചവടം നടത്തുന്ന രീതിയിൽ, ഞാൻ ഇത് നിനക്ക് തരാം, നീ എനിക്ക് അത് തരും. ഒരു കച്ചവടം വേണ്ടാണ് അല്ലെ? അല്ലാതെ നീ ഇതെടുത്തോ, ഒരു സേവനം, നീ ഇതെടുത്തോ, ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞ് അത്രയും ഫ്രീ ആയിട്ടുള്ള ആളുകളെ കാണാൻ ബുദ്ധിമുട്ടാണ്. എവിടെ നോക്കിയാലും കച്ചവടം എന്ന് പറയുന്ന ബിസിനസിന്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇന്ന് എല്ലാവരും എല്ലാം കാണുന്നത്. 10 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചത്, എന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം ഞാൻ 20 രൂപയ്ക്ക് എങ്ങനെയെങ്കിലും മറ്റൊരാളെ ഏൽപ്പിക്കണം, ആ ഒരു ചിന്തയാണ്. ടു മേക്ക് പ്രോഫിറ്റ്സ്, അത് എല്ലാവരുടെയും മനസ്സിലുണ്ടെന്ന്. എങ്ങനെയെങ്കിലും ലാഭം ഉണ്ടാക്കുക. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് വാട്ട് ഇസ് ദ ബെനിഫിറ്റ് വി ആർ ഗെറ്റിംഗ്, അതാണ് ആളുകളുടെ ചിന്ത. എനിക്ക് അതുകൊണ്ട് എന്താ നേട്ടം, ആ നേട്ടത്തിന്റെ അങ്ങനെയുള്ള ഒരു വേൾഡാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ? അല്ലാത്ത നാട് എല്ലാ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ? അപ്പൊ എവിടെയും നമുക്ക് ഇന്ന് എന്താ പറയാ, നമുക്ക് അത്രയും എന്താ പറയാ ആത്മാർത്ഥമായിട്ട് അയ്യോ എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ അത് എടുത്തോ, നിങ്ങൾ അങ്ങനെ ഒരു മൈൻഡ് ഇല്ല. എല്ലാവരും അവരവരുടെ കാര്യത്തിൽ സെൽഫിഷാണ്. അപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അപ്പോഴും നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വി ക്യാൻ ഫീൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പറ്റീഷൻസ് among the ബിസിനസ് ഓർഗനൈസേഷൻസ്. പല രീതിയിലും പല കാര്യത്തിലും ഇവർ തമ്മിൽ ഭയങ്കര എന്താ പറയാ കോമ്പറ്റീഷൻ ആണ്, മത്സരമാണ്. ഓരോ ബിസിനസ്സുകാരും ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് മൈ പ്രോഫിറ്റ് ഈസ്, വാട്ട് ഈസ് മൈ ഗുഡ് വിൽ. അവർ ഓരോ ദിവസവും ഓരോ ഇയറിലും ചിന്തിക്കുന്നത് എന്റെ ലാഭം എത്രത്തോളം വർദ്ധിച്ചു, എന്റെ സ്റ്റേറ്റസ്, എന്റെ ഗുഡ് വില്ല്. ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താ? സൽപ്പേര് അല്ലെ? എന്റെ സൽപ്പേര് എത്രത്തോളം ഇൻക്രീസ് ചെയ്തു എന്നൊക്കെ അറിയാൻ അവരവർക്ക് താല്പര്യം. അതാണ് കോമ്പറ്റീഷൻ. ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീഷൻ മൈൻഡ് വേണം അല്ലെ? നമ്മൾ പറയില്ലേ കോമ്പറ്റീഷൻ കുട്ടികളോട് നമ്മൾ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അവന് ഫുൾ മാർക്ക് കിട്ടി, നിനക്ക് 2 മാർക്ക് പോയില്ല, അത് എവിടെ പോയി അല്ലെ? അപ്പോഴും നമ്മൾ കോമ്പീറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു രീതിയാണ് അവിടെ ഇട്ട് കൊടുക്കുന്നത് കുട്ടികളോട് അല്ലെ? നിന്റെ 2 മാർക്ക് എവിടെ നിന്ന് പോയി, അല്ലെങ്കിൽ നീ എന്താ അത് തെറ്റിച്ചത് എന്ന്. അപ്പൊ അതിന് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും, അതുകൊണ്ട് അതിന്റെ 2 മാർക്ക് പോയി, അവൻ 50 മാർക്ക് കിട്ടുള്ളൂ. കാരണം നമ്മൾ കമ്പയർ ചെയ്യും എപ്പോഴും. അത് ചില സ്ഥലങ്ങളിൽ വളരെ നല്ലതാണ്. കാരണം ഫോർ അവർ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒരു സ്ഥാപനമോ ഉയരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ ഇസ് ഗുഡ് അല്ലെ? നല്ലതല്ലേ അല്ലേ? അപ്പൊ ഇത് കോമ്പറ്റീറ്റീവ് വേൾഡിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഓരോ ഓർഗനൈസേഷനും എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, അവരവരുടെ രീതിയിലുള്ള ഡെവലപ്മെന്റിന് അവർ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ഓർഗനൈസേഷനിൽ കൊണ്ടുവരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് ഹ്യൂമൻ റിസോഴ്സ് പോലെയുള്ള ഈ ഒരു കോഴ്സുകൾ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പോലെയുള്ള ഈ കോഴ്സുകളൊക്കെ ഇത്രയധികം പോപ്പുലർ ആൻഡ് ഡിമാൻഡബിൾ കോഴ്സ് ആയിട്ട് മാറിയത്. അപ്പൊ ഓർഗനൈസേഷന്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് അവിടുത്തെ എംപ്ലോയീസിനെ എല്ലാം കൃത്യമായി മാനേജ് ചെയ്ത് അവരുടേതായ കാര്യങ്ങൾ മാത്രം നോക്കാൻ ഒരു എന്താ പറയാ ഒരു ഡിപ്പാർട്ട്മെന്റ് വേണം എന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്തെടുത്തത്. പണ്ടൊക്കെ ഇത് ചിലപ്പോ ഓർഗനൈസേഷൻസിൽ ഇങ്ങനെയൊന്നും എന്താ പറയാ ഒരു എന്താ പറയാ നമ്മള് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഇതൊന്നും സ്കിൽഡ് പ്രൊഫഷണൽസ് ആയിരുന്നില്ല അന്ന് കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ആ എംപ്ലോയീസിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറഞ്ഞ് ചില ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് വെറുതെ കോച്ചിങ്ങും ട്രെയിനിങ്ങും മാത്രമൊക്കെ കൊടുത്ത് അങ്ങനെ മാറ്റിയിരുന്നു. പക്ഷെ ഇന്നതല്ല. ഇന്ന് അതിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ആ കോഴ്സ് പഠിച്ച്
they become skilled professionals in human resource management. നല്ല പ്രൊഫഷണൽസ് ആയിട്ട് അങ്ങനെ പുറത്തേക്ക് വരിക. അപ്പൊ അവർക്ക് they can understand. അപ്പൊ അവര് സിലബസിലൂടെ പഠിക്കുന്ന കാര്യങ്ങള് അവർ മനസ്സിലാക്കുന്നു. ഹ്യൂമൻ റിസോഴ്സുകൾ എന്താണെന്നും ഹ്യൂമൻ റിസോഴ്സുകൾ എന്തൊക്കെയാണ് ഓർഗനൈസേഷനിൽ ചെയ്യുന്നതെന്നും അവരുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നോക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കിയത് അവർ പ്രാക്ടിക്കലായിട്ട് ഓർഗനൈസേഷൻസിൽ അപ്ലൈ ചെയ്യും. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിക്കുന്നത് ഒരു സ്കിൽഡ് പ്രൊഫഷണൽ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആകാനാണ് എന്ന കാര്യം മറക്കണ്ട. സോ വൈൽ ഗോയിങ് ത്രൂ ദീസ് ലെസൺസ്, നിങ്ങൾ പഠിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഈ സിലബസിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു ബി പ്രാക്ടിക്കൽ ഓൾസോ. കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അതെന്ത് ചെയ്യണം, പ്രാക്ടിക്കലായിട്ട് നമ്മൾ നമ്മളുടേതായ ഐഡിയാസ് കൂടി ഇട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങണം. പ്രാക്ടിക്കലായിട്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അതുകൂടി നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ട്രാക്ട് കൊടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആയിട്ടോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലോ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ജോലി കിട്ടുമ്പോൾ അവിടെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മാനേജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായി? അപ്പൊ ഈ സിലബസിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പോയിന്റ് ആയിട്ട് വെറുതെ കാണാപ്പാടം പഠിക്കുകയല്ല. ഹാവ് ടു ലേൺ ബൈ അണ്ടർസ്റ്റാൻഡിങ്. അല്ലെ? നമ്മൾ മനസ്സിലാക്കി തന്നെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ് കേട്ടോ. അല്ലാതെ പരീക്ഷ മാത്രം എയിം ചെയ്ത് ആരും പഠിക്കരുത്. അത് ഞാൻ പറയുന്നില്ല. പരീക്ഷ നമ്മുടെ കുട്ടികളോട് പരീക്ഷ വന്നുണ്ട് പഠിക്കാവൂ, പക്ഷെ ഇവിടെ അത് കുട്ടികളുടെ ആവശ്യമാണ്. അല്ലെ? അവരത് പഠിച്ച് അത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നതാണ്. പക്ഷെ ഒരു +2 കഴിയുമ്പോൾ തുടങ്ങിയാണ് കുട്ടികൾക്ക് എന്റെ ആവശ്യം കൂടിയാണ്. ഞാൻ ഇതിന് വേണ്ടിയിട്ടാണോ പ്രിപ്പയർഡ് ആകുന്നത്, ഇന്നൊരു ജോലി അല്ലെങ്കിൽ ഇതാണ് എന്റെ എയിം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ +2 കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കണം എന്ന ചിന്തയൊക്കെ അപ്പോഴേ വരും. 10 വരെ നമ്മളിങ്ങനെ പുഷ് ചെയ്ത് ഫോഴ്സ് ചെയ്തൊക്കെയാണ് കുട്ടികളെ ഇതുകൊണ്ട് ചെയ്യിപ്പിക്കുക. അതുപോലെ പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെയല്ല. ഇവിടെ അണ്ടർസ്റ്റാൻഡ് ആയിട്ടില്ല, പഠിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കി തന്നെ പഠിക്കുക. പരീക്ഷ സെക്കൻഡ് കാര്യമാണ്. കാരണം ഇത് പഠിച്ച് മനസ്സിലാക്കാണ്ട് പോയി എന്ത് ചെയ്തു, ടീച്ചർ വന്നിരുന്ന് ക്ലാസ് എടുക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവര് നേരത്തെ പറഞ്ഞതുപോലെ റെക്കോർഡ്സ് മാത്രം കാണുന്നവരാണെങ്കിൽ ക്ലിയർ ആകുന്നില്ല? ഹലോ, സൗണ്ട് ഓഫ് ആണല്ലോ. ക്ലിയർ ആകുന്നുണ്ടല്ലോ. പറഞ്ഞയാളുടെ പേര് ഞാൻ എഴുതിയാളുടെ പേര് വായിച്ചില്ല. ഒന്ന് സ്ഥലത്തു നിന്ന് കുറച്ച് മാറിയിരിക്കുക എവിടെയെങ്കിലും. അപ്പോ ചിലപ്പോ അവിടുത്തെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കാം. മഴക്കാലമൊക്കെ അല്ലേ, റേഞ്ചിന്റെ ഇഷ്യൂ ആയിരിക്കാം. കുറച്ച് ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് നീലിമയാണ്. നീലിമ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ചൊന്ന് മാറിയിരിക്കോ. വേറെ എവിടെയെങ്കിലും നല്ല റേഞ്ച് ഉള്ളവർക്ക് നീലിമയ്ക്ക് മാത്രമാണ് പ്രശ്നം വന്നിരിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയി. ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. ഇവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു എന്നാണ് ബാക്കിയുള്ളവർ പറയുന്നത്. ഓക്കെ, യെസ്. ദെൻ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പൊ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് പഠിച്ച് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം പഠിക്കാതെ. അത് വേണം, എക്സാം വേണം, ഓക്കെ, സർട്ടിഫിക്കറ്റ് കിട്ടണം, മാർക്ക് കിട്ടണം, അതൊക്കെയാണ്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ആ ഒരു സ്കിൽ കൂടി ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിച്ചാൽ ഫ്രം ദ റിക്രൂട്ട്മെന്റ് ഓഫ് ആൻ എംപ്ലോയി, അല്ലെങ്കിൽ വി കൻ സേ ദാറ്റ് ഫ്രം ദ pre-recruitment stage onwards, the human resource management have to be started. ഈ ഹ്യൂമൻ റിസോഴ്സുകൾ മാനേജ് ചെയ്യാനുള്ള രീതി അല്ലെങ്കിൽ എപ്പോഴാണ് തുടങ്ങേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് അല്ല, റിക്രൂട്ട്മെന്റിന് മുൻപുള്ള സമയം തുടങ്ങി നമുക്ക് ഓർഗനൈസേഷനിൽ ജോലി ഉണ്ടാവും. when a recruitment is to be made, നമുക്കൊരു കുറച്ച് എംപ്ലോയീസിനെ വേണം, ഒരു ഗ്യാപ്പ് ഓഫ് വേക്കൻസി ഫില്ല് ചെയ്യാനാണ്. അപ്പൊ പബ്ലിഷ് ചെയ്യണം അല്ലെ, വേണ്ടേ? ഇത്ര വേക്കൻസി ഉണ്ട്, ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഒഴിവുണ്ടെന്ന് അറിയിക്കേണ്ട ആൾക്കാരെ. ഏതെങ്കിലും ബിസിനസ് ഓർഗനൈസേഷനിൽ ഒഴിവുകൾ ഉണ്ടെന്ന് എങ്ങനെയാണ്, ഹൗ ദ പീപ്പിൾ നോ ദാറ്റ്? എങ്ങനെ അറിയുന്നത്? ത്രൂ അഡ്വർടൈസ്മെന്റ്. ഇന്ന് അഡ്വർടൈസ്മെന്റിലൂടെയാണ് അറിയുന്നത്. ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ എന്താ പറയാ ടിവിയിലോ, അല്ലെങ്കിൽ ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഒരുപാട്. അങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നോ അല്ലെങ്കിൽ എന്താ പറയാ ഒരുപാട് നമ്മുടെ ജോബിന് വേണ്ടിയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്, മൊബൈലൊക്കെ കിട്ടും, ലിങ്ക്ഡിൻ, ഇൻഡീഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പബ്ലിഷ് ചെയ്യും. എന്ത്, ഇന്ന ഇത്ര വേക്കൻസി ഉണ്ട്, ഇവിടെ നമുക്ക് ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാൻ ഇത്ര ആളുകളെ ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർ വേണം എന്ന് അറിയിക്കണ്ടേ? സോ അത് പബ്ലിഷ് ചെയ്യുക, അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. അപ്പൊ അവിടെ നിന്ന് തുടങ്ങും നമ്മുടെ ജോലി. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ജോലി അവിടെ നിന്ന് തുടങ്ങട്ടെ. അപ്പൊ റിക്രൂട്ട്മെന്റിന് മുന്നേ തുടങ്ങി അപ് ടു ദ ടൈം ഓഫ് റിട്ടയർമെന്റ്, ഒരു എംപ്ലോയീസ് അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ കുറെ. അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, അതായത് എംപ്ലോയീസിന് ആവശ്യത്തിന് അവരെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രൊസീജിയർ അവർക്ക് നമ്മുടെ ജോബ് റിക്വയർമെന്റ്സ് അനുസരിച്ച് ദേ ഹാവ് ടു ബി പ്രൊവൈഡഡ് ട്രെയിനിങ്. അവർക്ക് എന്ത് കൊടുക്കണം? ട്രെയിനിങ് കൊടുക്കണ്ടേ നമ്മുടെ ജോലിക്ക്? ഇപ്പൊ നോക്കിയേ,
എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ പഠിച്ചു, PG പഠിച്ചു, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിച്ചു വന്നിരിക്കുകയാണ്. ആ ആൾക്ക് നമ്മളിവിടെ എന്താ പറയാ അഡ്വർടൈസ് ചെയ്തു, ആള് ജോലിയുടെ വേക്കൻസി കണ്ടിട്ട് വന്നു, അപ്ലൈ ചെയ്തു, ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്തു, സെലക്ടഡ് ആണ്, ആള് സെലക്ട് ചെയ്തു, അപ്പോയിന്റ്മെന്റ് ലെറ്റർ അയക്കുന്നു. കണ്ടോ, ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇതൊക്കെ ചെയ്യണ്ടേ? അവരെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അവർ ഇന്റർവ്യൂ ചെയ്യുന്നു, ഇന്റർവ്യൂവിൽ നിന്ന് പിന്നെ സെലക്ടഡ് ആകുന്നു, സെലക്ട് ആയ കാര്യം അവരെ അറിയിക്കുന്നു, അപ്പോയിന്റ്മെന്റ് ലെറ്റർ പ്രൊവൈഡ് ചെയ്യുന്നു, അത് അക്നോളജ്മെന്റോടുകൂടിയാണ് തിരിച്ചിങ്ങോട്ടേക്ക് അയക്കുന്നു, അവരെടുത്ത് അത് സൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നു, അവരതിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നമ്മുടെ ഓർഗനൈസേഷനിലെ ആ ജോലിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അവർ കൃത്യമായി വായിച്ച് അതിൽ സൈൻ ചെയ്താൽ അതിന്റെ അർത്ഥം അവർ ഇതിനെല്ലാം എന്താ പറയാ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ്. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്യാൻ അവര് എന്താ പറയാ റെഡിയാണ് എന്നുള്ളത് അറിയിച്ചുകൊണ്ടുള്ള ലെറ്റർ ഇങ്ങോട്ട് വാങ്ങിക്കുന്നു, അതെല്ലാം കൃത്യമായിട്ട് ഫയൽ ചെയ്യുന്നു, അവർക്ക് ഡേറ്റ് കൊടുക്കുന്നു, വരാൻ പറയുന്നു, അവർ വന്നു കഴിയുമ്പോൾ അവരെ റിസീവ് ചെയ്യുന്നു, അവരെങ്ങോട്ടാണ് ഡയറക്ട് ചെയ്യേണ്ടത്, എവിടേക്കാണ്, ഏത് സ്ഥലത്തേക്കാണ് അങ്ങോട്ട് മാറ്റുന്നു, അവിടെ ജോലി കൊടുക്കുന്നു. ജോലി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവസാനം എന്ത് ചെയ്യുന്നു, അവസാനം അതിനിടയ്ക്ക് അവർക്ക് ആ ജോലി എന്താണ്, ആൾക്ക് കൊടുത്തിരിക്കുന്ന ജോലി എന്താണ് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. സോ ദാറ്റ് മീൻസ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. എത്രയെങ്കിലും ദിവസത്തെ, ചിലപ്പോൾ 1 വീക്ക് ട്രെയിനിങ് ആയിരിക്കാം. അത് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ജോബ്, ആ ജോബിന്റെ നേച്ചർ അനുസരിച്ച് ചിലപ്പോൾ 1 മാസം ആയിരിക്കാം. അങ്ങനെയൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നു. സച്ച് ലോങ് വലിയ ഡ്യൂറേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അത്രയും എന്ത് ചെയ്യുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു. അപ്പൊ ട്രെയിനിങ് കൊടുക്കുന്നത് ടു മേക്ക് ദം ഫോർ അവർ ജോബ് റിക്വയർമെന്റ്സ്, അവരെ റെഡിയാക്കുക, എങ്ങനെ നമ്മുടെ ജോലിയുടെ ആവശ്യത്തിന് അവരെ തയ്യാറാക്കുക, ഒരുക്കുക. അതാണ് ട്രെയിനിങ്ങിന്റെ ഉദ്ദേശം. അങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നു. പിന്നീട് അവർക്ക് വേണ്ട ശമ്പളത്തിന്റെ കാര്യങ്ങള്, അത് അല്ലാതെ മറ്റ് അലവൻസുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെ മറ്റ് അലവൻസുകളൊക്കെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ അത്, അവരുടെ PF-ന്റെ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരു എംപ്ലോയിയെ സംബന്ധിച്ച്. അങ്ങനെ ഒരു ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസിന്റെയും പ്രീ റിക്രൂട്ട്മെന്റ് മുതൽ ആ പോസ്റ്റ് റിട്ടയർമെന്റ് വരെ, റിട്ടയർമെന്റിന് ശേഷം ഉണ്ട് കേട്ടോ. റിട്ടയർമെന്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി അവരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനുള്ള എന്ന് വിചാരിക്കും. റിട്ടയർ ചെയ്ത് പോകുന്ന എംപ്ലോയീസിനെയൊക്കെ ചിലപ്പോഴൊക്കെ ഇന്റർവ്യൂ നടത്താറുണ്ട് കേട്ടോ. എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയാം. എന്നുവെച്ചാൽ ഹൗ ദേ ഫീൽ സച്ച് എ ലോങ് ഡ്യൂറേഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ അത്ര നാൾ വർക്ക് ചെയ്തിട്ട് എങ്ങനെ എന്ത് തോന്നുന്നു, അല്ല ഹാപ്പി ആയിട്ടാണോ റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകുമ്പോ, ഇവിടുന്ന് പോകുമ്പോ ഹാപ്പി ആയിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് തരാനുണ്ടോ എന്നൊക്കെ അങ്ങനെ ഒരു ഇന്റർവ്യൂ നടത്താറുണ്ട്. അതാണ് പോസ്റ്റ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് വിളിക്കും കേട്ടോ അതിനെ. അപ്പൊ അവിടെ വരെയുള്ള പോസ്റ്റ് റിട്ടയർമെന്റ് വരെയുള്ള എംപ്ലോയീസിന്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുക. അതാണ് നമ്മുടെ ലക്ഷ്യം. ആരുടെ ലക്ഷ്യം? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടീമിന്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്ന ഇൻഡിവിജ്വലിന്റെ. റൈറ്റ്, മനസ്സിലായോ? ഓക്കെ. സോ വൈൽ മാനേജിങ് ദ ഹ്യൂമൻ റിസോഴ്സ്, അപ്പൊ നമ്മൾ ഈ ഹ്യൂമൻ റിസോഴ്സുകളൊക്കെ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവരെല്ലാവരും നമ്മളുടെ വീട്ടിലെ നമ്മൾ അറിയുന്ന വ്യക്തികളല്ല. എൻറ്റയർലി ഡിഫറെന്റ് നേച്ചർ, ഒരുപാട് സ്വഭാവങ്ങളിൽ വൈരുദ്ധ്യമുള്ളവര്, എല്ലാവരും പല പല അച്ഛനമ്മമാരുടെ മക്കള്. ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് ഒക്കെ വ്യത്യസ്തമാണ്. എന്നുവെച്ചാൽ ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന സ്വഭാവ രീതികൾ. എനിക്ക് എന്റെ അച്ഛനമ്മയുടെയും പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങൾ, സ്വഭാവ രീതികളായിരിക്കും കിട്ടിയിരിക്കുന്നത്. വേറൊരാൾക്ക് അവരുടെ. അപ്പൊ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നോ ടു ഹ്യൂമൻ ആർ അലൈക്ക് എന്ന് വേണ്ട ഒരു കൊട്ടേഷൻ ഉണ്ട്. 2 വ്യക്തികൾ എടുത്താൽ ഇവർ തമ്മിൽ യാതൊരു രീതിയിലും എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഒരുപോലെയല്ല എന്നാണ്. നോ ടു ഹ്യൂമൻ ബീയിങ് ആർ അലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വ്യക്തികൾ എടുത്താൽ ആ 2 വ്യക്തികൾ രണ്ടും ഡിഫറെന്റ് ആണ് പല കാര്യങ്ങളും. ചില കാര്യങ്ങളിൽ ചിലപ്പോൾ സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കാം, പക്ഷെ കൂടുതലും ഡിസിമിലാരിറ്റീസ് ആണ് കാണാൻ സാധിക്കുക, അല്ലെ? വ്യത്യാസങ്ങളാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ. നമ്മുടെ വീടുകളിൽ തന്നെ 2 കുട്ടികളുണ്ട്, 2 മക്കളുണ്ട്, 2 വ്യത്യസ്തരാണ്. പറയാറില്ലേ അച്ഛനമ്മമാര്, മൂത്താള് അങ്ങനെയാണ്, എല്ലാ കാര്യവും സ്വന്തമായിട്ടൊക്കെ ചെയ്തോളൂ, നമ്മൾ അവരെ കുത്തിപ്പൊക്കി ഫോഴ്സ് ചെയ്യണ്ട, അവൻ അങ്ങനെ സ്വന്തം കാര്യമൊക്കെ കൃത്യമായി ചെയ്തോളും, കൃത്യമായിട്ട് ഇരുന്ന് പഠിച്ചോളും, അവനവരുടെ സാധനങ്ങളൊക്കെ അവനവൻ തന്നെ സൂക്ഷിക്കും. അതിനേം വേണ്ടും. രണ്ടാമത്തത് അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പറയില്ലേ? എന്നാലോചിച്ച് നോക്കിയേ, ഒരു വീട്ടിൽ തന്നെ ഒരു ബ്ലഡ് റിലേഷനിൽ ജനിച്ച ആളുകൾ തമ്മില് തന്നെ വ്യത്യാസമുണ്ട്. അപ്പൊ പിന്നെ വേണോ? ഇവിടെ ഈ ഓർഗനൈസേഷനില് പല വീടുകളിൽ നിന്ന്, പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് പല ഇമോഷണൽ ഫീലിങ്സ്, അല്ലെ? ഇമോഷണൽ ഫീലിംഗും എല്ലാവർക്കും ഒരുപോലെ എല്ലാ ദിവസവും. ചിലപ്പോ നമ്മള് രാവിലെ വന്നിട്ട് നല്ല ഹാപ്പി മൂഡിലൊക്കെ ആയിരിക്കാം വന്നേ. ചിലപ്പോ കുറെ ആയി കഴിയുമ്പോൾ ചിലപ്പോ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് രീതിയിലുള്ള വികാരങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ ചിലപ്പോ ആ മോർണിംഗിൽ കണ്ട ആളാവണമെന്നില്ല, ഉച്ചയാവുമ്പോ അല്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോ, അല്ലേ? അങ്ങനെയല്ലേ? ആലോചിച്ച് നോക്കിയേ. ശരിയല്ലേ പറഞ്ഞത്?
ഇതൊക്കെ അപ്പൊ നമ്മൾ നോക്ക്, ഒരു ഓർഗനൈസേഷനിൽ ഒരു 100 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ 100 ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. 100 പേരെയാണ്, 100 പ്രത്യേക രീതിയിലുള്ള സ്വഭാവ രീതികളുള്ളവരെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. സോ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സിലൂടെ. സോ ആൻഡ് ഓൾസോ ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ each and every individual have to be treated as human being. അവരെ ജോലി ചെയ്യിപ്പിക്കുമ്പോൾ, അവർക്ക് ജോലി കൊടുത്തിട്ട് അവരുടെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവരെ എന്തായി ട്രീറ്റ് ചെയ്യണം? മനുഷ്യനായി ട്രീറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അവൻ മനുഷ്യനാണ് എന്നുള്ള പരിഗണനയും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, അല്ലെ? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാം എന്ന് മാത്രം ചിന്തിക്കരുത്. ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഹാവ് ടു ബി കൺസിഡർഡ് ആസ് എല്ലാ മനുഷ്യരും ജോലിക്ക് പോകുന്നത് എന്തിനാ നമ്മളത് ജോലി വേണം, ജോലിക്ക് പോകണം എന്ന് വിചാരിക്കുന്നത് എന്തായിരിക്കും? വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് ഇറ്റ് ഫോർ ഗോയിങ് ടു എ വർക്ക് പ്ലേസ്? ഒരു ജോലി സ്ഥലത്ത് ജോലിക്ക് വേണ്ടി നമ്മൾ എന്തിനാ പോകുന്നത്? ഒരേ ലക്ഷ്യമാണ്, എല്ലാവർക്കും ഒരേ എയിം ആണ് ജോലിക്ക് പോകുന്നതിന്, ആണോ? നീലിമ പറയുന്നു പണത്തിന് വേണ്ടിയാണ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, സാലറി, അതാണ് മെയിൻ ലക്ഷ്യം. യെസ്, ശ്രീജ പറയുന്നു ഇൻഡിപെൻഡന്റ് ആകാനാണ്. റൈറ്റ്, ഓക്കെ, ഇൻഡിപെൻഡന്റ് ആണ്, മറ്റാരെ ആശ്രയിക്കേണ്ട, എന്റെ കാശ് അല്ല, എന്റെ ആവശ്യത്തിനുള്ള കാശ് ഞാൻ ഉണ്ടാക്കണം, അല്ലെ? ഓക്കെ, ഇൻഡിപെൻഡന്റ് ആകാനാണ്. ദെൻ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ. ഓക്കെ, നമ്മളുടെ കഴിവുകളെ, നമുക്ക് ഉള്ള കഴിവുകളെയൊക്കെ നമുക്ക് എന്താ പറയാ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയാണ് നമ്മൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. ഓക്കെ, സ്കിൽ ഡെവലപ്മെന്റ്. ഓക്കെ, ദെൻ നീ എന്തെങ്കിലും എയിം ഉണ്ടോ? പറഞ്ഞതൊക്കെ ശരിയാണ്, ഈ പറഞ്ഞ 3 ശരിയാണ്. ഇനിയും കരിയർ ഗ്രോത്തിന്, വെരി ഗുഡ്, കരിയർ ഗ്രോത്തിന്, അതെ, അത് നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെയല്ല, ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്കൊരു കരിയർ ഉണ്ട്, ആ കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. പിന്നെ എന്തെങ്കിലും ജോലി ഉണ്ടാവും. ഇംപ്രൂവ് അവർ സ്റ്റാറ്റസ്, നമ്മുടെ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കാൻ, അല്ലെ? ഞാനിപ്പോ ഒരു ഹൗസ് വൈഫ് ആയിരുന്നു, എന്റെ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കാനായിട്ട് ഞാനൊരു സ്ഥലത്ത് ജോലിക്ക് വന്നു, ഒരു ടീച്ചറായിട്ട് വരുന്നു. സോ എന്റെ സ്റ്റാറ്റസ് മാറി അവിടെ. സോ നൗ ഐ ആം എ ടീച്ചർ, ഒരു ടീച്ചർ ആകുന്നു എന്നുള്ളത്, അല്ലെ? സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കാൻ. പിന്നെ ചില ആളുകൾ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കൂടി വരുന്നുണ്ട്, മനസ്സിനുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവിടെ വന്നു, കുറെ ജോലിക്കാരായിട്ട് ഒക്കെ കണ്ടുമുട്ടുന്നു, അവരുമായിട്ടൊക്കെ കാര്യങ്ങൾക്ക്, അല്ലെ? ഒരു മൈൻഡ് റിലാക്സാഷൻ വേണ്ടി, ഒരു മാനസികമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടി അതിനും വേണ്ടി വരുന്നുണ്ട്. സോ ഇങ്ങനെ പല എയിം ഉണ്ട് ഓരോ ആൾക്കാരും ജോലിക്ക് വരുമ്പോൾ. അപ്പൊ ഓർക്കുക, ഇവരെല്ലാവരും പല ലക്ഷ്യങ്ങൾ കൂടിയാണ് ജോലിക്ക് വേണ്ടി വരുന്നതെങ്കിലും എല്ലാവരെയും എന്തായി കണക്കാക്കണം? മനുഷ്യനായിട്ട് കണക്കാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മളുടേതായ എന്താ പറയാ കരിയർ ഡെവലപ്പ് ചെയ്യാൻ, നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ, അതുപോലെ നമ്മുടെ അതായിട്ടുള്ള ഫിനാൻഷ്യൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ, ഇൻഡിപെൻഡന്റ് ആകാൻ വേണ്ടിയിട്ട് ഒത്തിരി ഉദ്ദേശത്തോടെയൊക്കെയാണ് നമ്മൾ വരുന്നത്. സോ ഓൾസോ എന്താ പറയാ, നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് നമ്മളെ നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കേണ്ട ഒന്നാണ് റെസ്പെക്ട്, അല്ലെ? സെൽഫ് റെസ്പെക്ട് ആൻഡ് ഓൾസോ ഗിവ് റെസ്പെക്ട്. നമുക്ക് നമ്മളെയും നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കേണ്ടതായിട്ടുള്ള ആ റെസ്പെക്ട് ആസ് എ ഹ്യൂമൻ ബീങ് ആയിട്ട് കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഓർഗനൈസേഷൻ ഒരു എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എംപ്ലോയീസ് നീഡ്സിനെ കൂടി പരിഗണിക്കുന്നതായിരിക്കണം, എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കണം, അല്ലെ? ഓരോ എംപ്ലോയീസും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്, അവരുടെ ആവശ്യങ്ങൾക്കും ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് ഓരോ ഓർഗനൈസേഷനും പ്രൊവൈഡ് ചെയ്യണം, അതും കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, സോ അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കൺക്ലൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ അല്ലെങ്കിൽ മാൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയധികം ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സും ഡിഫറെന്റ് നേച്ചറും ഒക്കെ ഉള്ളവരാണെങ്കിലും എല്ലാവരെയും മാനേജ് ചെയ്യണം. പക്ഷെ ഇറ്റ് ഈസ് എ ചാലഞ്ചിങ് ജോബ്. ഓർക്കുക, ഇതൊരു വെല്ലുവിളി നിറഞ്ഞ പണിയാണ്. വെല്ലുവിളി നിറഞ്ഞ പണിയാണെന്ന് കോഴ്സ് പോകാനല്ലോ പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഒരുക്കുകയാണ്. അവസാനം നമ്മളും ഒരു എംപ്ലോയി ആണ്, നമ്മളും ഒരു ഓർഗനൈസേഷന്റെ എംപ്ലോയി ആണ്. അപ്പൊ നമ്മളുടെ കാര്യങ്ങളും നമ്മൾ എന്താ പറയാ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ നമ്മളുടെ പീപ്പിൾ, മനുഷ്യന്മാരെ എന്ന് പറയുന്നത് അങ്ങോട്ട് അവോയ്ഡ് ചെയ്താൽ, ഇഗ്നോർ ചെയ്താൽ ബിസിനസ് വിൽ നോട്ട് റൺ സക്സസ്ഫുള്ളി. ഒരു ബിസിനസ് ഓർഗനൈസേഷനും നല്ല രീതിയിൽ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ദ മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മെന്നിനാണ്, ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ചലഞ്ചിങ് ആണ്. എങ്കിലും അവരെ മാറ്റി നിർത്തി ഒരിക്കലും നമുക്ക് ഒരു ഓർഗനൈസേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് റൺ ചെയ്യാനായിട്ട് പറ്റില്ല.
എംപ്ലോയീസ് ഒന്നും വേണ്ട, ഞങ്ങൾ നടത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് എംപ്ലോയർ ഇത് ചെയ്യാനോ ചെയ്യാനില്ല. ഓക്കെ, എംപ്ലോയീസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് അസറ്റ് ആണ് എന്നുള്ള കാര്യം മറക്കണ്ട. സോ അപ്പൊ എംപ്ലോയീസിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഒരു നെസസിറ്റി ആണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം. ക്ലിയർ ആയോ? അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് റിക്രൂട്ട്മെന്റ് വരും, അവരുടെ പ്ലേസ്മെന്റ് വരും, അവരുടെ ട്രെയിനിങ് വരും, അവരുടെ കോച്ചിങ് വരും, അവരുടെ പ്രൊമോഷൻ വരും, പെർഫോമൻസ് വരും, പെർഫോമൻസ് അപ്രൈസൽ വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് മാനേജ് ചെയ്യാനുണ്ട് കേട്ടോ നമുക്ക്. അപ്പൊ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഐ തിങ്ക് യു ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ക്ലിയർ ആയോ പറഞ്ഞത് എന്തൊക്കെയാണെന്ന്? ഹ്യൂമൻ റിസോഴ്സ് എന്താണ്, ആരാണെന്നും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് ക്ലാസ്സിന്റെ തുടക്കം പറഞ്ഞതുപോലെ ഈ രീതിയിൽ നമ്മള് ഓൺമ്യൂട്ട് കൊടുത്തിട്ടാണ് ക്ലാസ് എടുക്കുക. ബിറ്റ്വീൻ സൗണ്ട് ഒക്കെ മ്യൂട്ട് ഓൺ ആക്കിയാൽ നമുക്ക് എന്താ പറയാ മൈക്രോ ഡിസ്റ്റർബൻസ് വരും. അപ്പൊ അതുകൊണ്ട് ക്ലാസ് എടുക്കുന്നതും ഇങ്ങനെ തന്നെയായിരിക്കും. ലാസ്റ്റ് 10 മിനിറ്റ് ഇപ്പൊ ഞാൻ 8 മിനിറ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം ക്ലിയർ ആകുന്നുണ്ടെന്ന് ഇടയ്ക്കൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ തമ്പിടുന്നത് കൊണ്ടാണ് ആ സമയം കൂടി ഞാൻ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോ അതുപോലെ ലാസ്റ്റ് ടീച്ചേഴ്സ് ഒരു 5-10 മിനിറ്റ് നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നതായിരിക്കും. ഇൻ ബിറ്റ്വീൻ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഇത് റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്കാണ് കൂടുതൽ. ഈ ക്ലാസ് തന്നെ ഈ ലൈവില് പങ്കെടുക്കാതെ ഇതിന്റെ തന്നെ റെക്കോർഡ് കാണുന്നതിനോട് കൂടിയുള്ള റിക്വസ്റ്റ് കൂടിയാണ്. നമ്മൾ ഈ ക്ലാസ്സിന്റെ ഇൻട്രോ ക്ലാസ് ഫുള്ള് നിങ്ങൾ കാണണം, ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഫുള്ളും കാണണം. ലൈവിൽ അറ്റൻഡ് ചെയ്തവർക്ക് കുഴപ്പമില്ല, നിങ്ങൾ കേട്ടിട്ടായിരിക്കും. അല്ലാത്തവരോട് കൂടിയാണ് പറയുന്നത്. നമ്മൾ ഈ ക്ലാസ്സുകൾ ഇങ്ങനെ എടുക്കുമ്പോൾ എന്താ പറയാ ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓൺലൈൻ കൊടുത്തു എടുക്കുന്നത്. ആൻഡ് ബിറ്റ്വീനിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് 5 or 10 minutes ടീച്ചർ അത് ക്ലിയർ ചെയ്ത് തരും. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾ മ്യൂട്ട് മാറ്റിയിട്ട് ടീച്ചർ അത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ കുഴപ്പമില്ല. കാരണം എന്താ പറയുക, ഈ ക്ലാസ് റെക്കോർഡ് പോകുമ്പോഴേ ഇടയിൽ തുടക്കമൊക്കെ ഇങ്ങനെ ടീച്ചറിനോട് കുറെ ആവശ്യമില്ലാത്ത മീൻസ് നമ്മുടെ സിലബസിലല്ലാത്ത പഠിപ്പിക്കുന്ന പോർഷനിലല്ലാത്ത ഭാഗത്തെ കുറിച്ച് ടീച്ചേഴ്സിനോട് ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാലേ എന്ത് പറ്റുന്നറിയോ, ഇവിടെ ഈ സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. നമുക്കത് ഫീൽ ചെയ്യില്ല, പക്ഷെ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് ഫീൽ ചെയ്യും. മാത്രമല്ല ഈ അനാവശ്യ കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ സമയം കൂടി അവിടെ നമ്മൾ ഡിലേ വരുത്താണ്. ചിലപ്പോ ഈ റെക്കോർഡ് ക്ലാസ് കാണുന്നവർ ഭയങ്കര സമയത്തിന് ഭയങ്കര പ്രാധാന്യമുള്ള ആൾക്കാരായിരിക്കും. സമയത്തിന് എല്ലാവർക്കും പ്രാധാന്യം ഉണ്ടാകല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചിലപ്പോ ജോലിക്ക് പോകുന്ന തിരക്കോ അല്ലെങ്കിൽ കുഞ്ഞു കൊച്ചുങ്ങളുണ്ട് അതുങ്ങളെ നോക്കുന്ന തിരക്കോ അതുങ്ങളെയൊക്കെ ചിലപ്പോ എവിടെയെങ്കിലും ആരെങ്കിലും ഏൽപ്പിച്ചൊക്കെ ആയിരിക്കും ഈ വന്നിരുന്ന് പെട്ടെന്ന് ഒരു ഇത്തിരി സമയം കൊണ്ട് ക്ലാസ് കാണാം. അപ്പൊ ഈ തുടക്കമൊക്കെ ഇങ്ങനെയൊക്കെ കുറെ അല്ലെങ്കിൽ ഇൻബിറ്റ്വീനിൽ കുറെ അങ്ങനത്തെ സംശയങ്ങളൊക്കെ വരുമ്പോ അതൊക്കെ ക്ലിയർ ചെയ്ത് വരുമ്പോ അവർക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഭാഗം കിട്ടില്ല. എന്ന് വെച്ചാൽ എന്താണോ അന്ന് ക്ലാസ്സിന്റെ കൃത്യമായ കണ്ടന്റ് ചിലപ്പോൾ അവർക്ക് കാണാൻ പറ്റില്ല. കാരണം ഇത് ഇങ്ങനെ പോവാണ്. പിന്നെ ഒരു സ്കിപ്പ് അടിച്ചൊക്കെ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. എവിടെ നിന്നാ ടീച്ചർ ക്ലാസ് എപ്പോഴും തുടങ്ങിയത്? അതിന് പകരം എന്താ തുടക്കം തുടങ്ങിയ ക്ലാസ് ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂൺ എന്താണോ പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. ക്ലാസ് എടുക്കുന്നു. ലാസ്റ്റ് 5 or 10 minutes നിങ്ങൾ അങ്ങനെ സംസാരിക്കുകയാണെങ്കിലും അത് റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് വളരെയധികം ഫലപ്രദമായിരിക്കും. കാരണം അവർക്ക് അപ്പൊ എന്താ ചെയ്യാം, ലാസ്റ്റ് മിനിറ്റ് ടീച്ചർ അവിടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് എങ്കിൽ അവർക്കത് സ്റ്റോപ്പ് ചെയ്തിട്ട് അവർക്ക് പോകാം. നെസസറി വേണമെങ്കിൽ. അല്ലാതെ കേൾക്കണം, അവിടെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിച്ചത് ക്ലിയർ ചെയ്യുന്നത് കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് കേൾക്കട്ടെ, അത് കുഴപ്പമില്ല. അപ്പൊ ഈ ബിറ്റ്വീനിൽ ഇടയിലൊന്നും നമുക്ക് സംശയങ്ങള് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഒന്ന് നോക്കുക ചോദിക്കാനായിട്ട്. ഇടയിൽ നമ്മൾ അതുപോലെ തുടക്കം മുതൽ അവസാനം വരെ അല്ലെങ്കിൽ നമ്മുടെ വെറുതെ സമയം നമ്മൾ പാഴാക്കാൻ പറ്റില്ല. നമുക്കറിയാം ഈ കോഴ്സിന് ഒരു പർട്ടിക്കുലർ ടൈം ഡ്യൂറേഷൻ ഉണ്ട്. ആ ഡ്യൂറേഷനിൽ തന്നെ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെയുള്ള അൺനെസസറി ഡിസ്കഷൻസ് ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് പറ്റും, ലാഗ് വരും. HRM ആണ് കുറച്ച് പറയാനൊക്കെ ഉണ്ടാവും. ബിസിനസ് ഓർഗനൈസേഷൻസിനെ കുറിച്ചൊക്കെ ഇഷ്ടംപോലെ പറയാനൊക്കെ ഉണ്ടാവും. അപ്പൊ അതും കൂടി പറയാൻ പറ്റാണ്ട് വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് പോകും. സോ അത് നമ്മൾ എന്താ പറയാ ഇതാക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ലാസ്റ്റ് ക്ലാസ്സിന്റെ ഭാഗത്ത് ചോദിക്കാം. ഇനി ഈ പഠിപ്പിക്കുന്ന ഭാഗത്ത് അല്ലാത്ത എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ conditional ആണ് ട്ടോ. If you have any doubts not regarding the syllabus but regarding any out of syllabus doubts എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ക്ലാസ്സിൽ വരുന്ന ആളാണ്, ടൈം ടേബിൾ ഇട്ടിട്ടില്ല, ഞാൻ എടുക്കാനുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ എന്നോട് വരുമ്പോ കൂട്ടി വെച്ചിരുന്ന് നിങ്ങൾ ഉറപ്പ് വെച്ചോ, ടീച്ചർ വരുന്ന ഇന്നത് ചോദിക്കുക. പഠിപ്പിക്കുന്നത് കേട്ടോ, എന്റെ പഠിപ്പിക്കുന്നത് എന്നോട് ചോദിച്ചോ. ബാക്കി ടീച്ചേഴ്സിനെ പഠിപ്പിക്കുമ്പോ അവർക്ക് സംശയം അവരോട് തന്നെ ചോദിക്കും. അല്ല നമ്മുടെ മറ്റു കാര്യങ്ങൾ ഇപ്പൊ സ്മാർട്ട് സ്കിയെ കുറിച്ചോ മറ്റു എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലായല്ലോ.
ഈ പഠിപ്പിക്കുന്ന ഭാഗത്തല്ലാത്ത എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ എന്നോട് ചോദിക്കാം. ഞാൻ ക്ലാസ്സിൽ ഇല്ലാത്ത ആളാണെങ്കിൽ നിഷാമിസിനെ ഒന്ന് കാണണം, നിഷാമിസിനോട് ഒന്ന് വരാൻ പറഞ്ഞാൽ ഞാൻ ഒന്ന് നിങ്ങളോട് സംസാരിച്ചാണ്. നിങ്ങൾ വിളിക്കും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. വിളിച്ച് നിങ്ങളോട് സംസാരിക്കും. ഇടയ്ക്ക് കാണാനും കൂടി ഒരു അവസരമായിരിക്കും. ക്ലാസ്സിൽ ഞാൻ റെഗുലർ ആയിട്ട് വരുന്ന ആളല്ല എങ്കിൽ, എന്റെ ടൈം ടേബിളിൽ നിങ്ങളുടെ ക്ലാസ് എനിക്ക് ഇല്ല എങ്കിൽ മാത്രം, അതല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വന്ന് വരുമ്പോ എന്നോട് ചോദിച്ചാൽ മതി, ഓർമ്മ വെച്ചിരുന്നാൽ മതി എന്ന് സംശയിച്ചു. ഓക്കെ, അല്ലാതെ നമ്മൾ ഓരോ വരുന്ന ടീച്ചേഴ്സിനെയും ഓരോ ദിവസം ആദ്യം ഇന്ന് വന്ന ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചറെ ആ സ്മാർട്ട് സ്ക്രീനിൽ ഞാൻ എങ്ങനെ ചോദിച്ചു, ടീച്ചർ എന്തെങ്കിലും മറുപടി പറഞ്ഞു, ചിലപ്പോ എനിക്ക് അറിയില്ല എന്ന് പറയും, ചിലപ്പോ ചോദിച്ചിട്ട് പറയാന്ന് പറയും. അടുത്ത ടീച്ചർ വന്നു, ആ ടീച്ചറിന് സെയിം ചോദ്യം ചോദിച്ചു. പിറ്റേ ദിവസം ടീച്ചറും അങ്ങനെ എന്തോ എന്തെങ്കിലും ആൻസർ പറഞ്ഞു. വരുമ്പോ 4 ടീച്ചർ വന്നത് 4 ടീച്ചർ 4 ഡിഫറെന്റ് ആൻസർ തരും. അതിന്റെ ആവശ്യമുണ്ടോ? ഒരു ഉത്തരമല്ലേ നമുക്ക് ഒരു ചോദ്യത്തിന് കിട്ടണ്ടല്ലോ, അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ ലാഗ് ആക്കണ്ട. ഇതൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് നോക്കും. എന്നാലും ചിലപ്പോഴൊക്കെ ക്ലാസ്സുകളിൽ നിന്ന് ടീച്ചേഴ്സ് വന്നിട്ട് പറയും, ടീച്ചറെ അങ്ങനെ ചോദിച്ചല്ലോ, അവര് ഇങ്ങനെ ചോദിച്ചല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനുള്ള ഒരു കാര്യം. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ കഴിയുന്ന ഗ്രൂപ്പ് ഉണ്ടാക്കും, ഡിസ്കസ് ചെയ്യാം. ടീച്ചർ അവിടെ നോട്ട് ചെയ്ത് വെക്കുക, ഒരാള് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ എന്നോട് ചോദിക്കുക. എനിക്ക് അപ്പൊ തന്നെ അറിയാവുന്നതാണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ഷെയർ ചെയ്യും. അതല്ല മുകളിൽ മാനേജ്മെന്റിൽ വിളിച്ചിട്ട് ഞാൻ അത് ചോദിക്കാം. അത് ചോദിച്ചിട്ടാണെങ്കിൽ അതിന് വേണ്ടി ഞാൻ അപ്പൊ തന്നെ ചോദിച്ചിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ കാര്യങ്ങളൊക്കെ? അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ്, ഈ കോഴ്സ് എന്താണെന്നും അതെന്തിനു വേണ്ടിയിട്ടുള്ള കോഴ്സ് ആണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ നമ്മൾ ഈ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് ഒന്നും അല്ല എടുത്തത്, നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മളിപ്പോ കഴിയുന്നത്. ക്ലാസ് ഒന്നും അല്ല കേട്ടോ. ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു 6 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ചാപ്റ്റേഴ്സ് മീൻസ് വലിയ വലിയ ചാപ്റ്റേഴ്സ് ലൈക്ക് മൊഡ്യൂൾസ് തന്നെയാണ്. 6ലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ഉണ്ട്. പിന്നെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു വലിയ ചാപ്റ്റർ ഉണ്ട്. പിന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, റിക്രൂട്ട്മെന്റ് ഇനി അപ്പൊ തന്നെ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ടത് പിന്നെ ഒരു ടാലന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ എന്താ പറയാ, എംപ്ലോയീസ് ബെനഫിറ്റ്, എംപ്ലോയീസിന് കിട്ടുന്ന ബെനഫിറ്റ്, സാലറിക്ക് പുറമെ കിട്ടുന്ന മറ്റ് അലവൻസുകൾ. ഓക്കെ, ദെൻ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, എംപ്ലോയീസിന് ഉണ്ടാകുന്ന പ്രോബ്ലംസ്, ഇഷ്യൂസ്, അവരുടെ അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് അവരുടേതായ ചില പ്രശ്നങ്ങൾ പരിഹാരമില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ സാറ്റിസ്ഫാക്ഷൻ അല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷനിൽ നടക്കും. അപ്പൊ അതിനെ കുറിച്ച് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. അതിനെ കുറിച്ച് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്. അതുപോലെ തന്നെ എംപ്ലോയി ഡിസിപ്ലിൻ, എംപ്ലോയി ഹെൽത്ത്, എംപ്ലോയി സേഫ്റ്റി എന്നൊക്കെ പറയുന്ന ലാസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ മൊഡ്യൂൾ. ഓക്കെ, ഇങ്ങനെ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ നമ്മളുടെ ഈ ഒരു കോഴ്സ് നിങ്ങളൊപ്പം ഒരുമിച്ച് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം. എല്ലാവർക്കും എന്താ പറയാ നന്നായിട്ടൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരുന്ന ടീച്ചേഴ്സ്. എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്ക് ചോദിക്കാം. അതല്ലാത്ത സംശയങ്ങൾ വേണമെങ്കിൽ വിളിച്ചാൽ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, നോട്ട്സ് എന്ന് പറയുന്നത് PDF നിങ്ങളുടെ എക്സാം ടെക്സ്റ്റ് ബുക്ക് ആണ്. ടെക്സ്റ്റ് ബുക്ക് ബാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇവിടുന്ന്, അത് തന്നെയാണ് നോട്ട്സ്. എക്സ്ട്രാ നോട്ട്സ് എക്സ്ട്രാ നോട്ട്സിന്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ ഓൾറെഡി സിലബസിനകത്ത് ഉണ്ട് ഇഷ്ടംപോലെ പഠിക്കാൻ. പിന്നെ നമ്മൾ എക്സ്ട്രാ നോട്ട് കൂടി ചെയ്യേണ്ട ആവശ്യമില്ല. എവറിഥിങ് അത് ബുക്കിലുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ഓൾസോ ഡെയിലി ടീച്ചേഴ്സ് ഓരോ ക്ലാസ് കഴിയുമ്പോൾ അവരവരുടെ മോക്ക് ടെസ്റ്റ് തരും കേട്ടോ. 5 ക്വസ്റ്റ്യൻ വീതം. ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ എക്സാംസിന്റെ എക്സാം ക്വസ്റ്റ്യൻസ് വരിക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. 1 question with 4 ഓപ്ഷൻസ്. നോട്ട്സ് ഇന്നത്തെ ക്ലാസ് നമ്മളിത് ഒരു ഇൻട്രോ ക്ലാസ് ആണ്. ഇതിന് നമുക്ക് ഇവിടെ ഒരു എന്താ പറയാ ക്വസ്റ്റ്യൻ ഇല്ല. ഇത് നമ്മൾ ഇൻട്രോ ആണ്. നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് നോട്ട്സ് ഇല്ല. നോട്ടല്ല നമുക്കുള്ളത്, നിങ്ങൾക്കുള്ളത് ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? എന്ന് പറഞ്ഞേ, ടെക്സ്റ്റ് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? യെസ്, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടെക്സ്റ്റ് വാങ്ങിക്കണം, നിർബന്ധമാണ്. ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചതും നമുക്ക് അതിന്റെ ആ ഒരു ബോഡിയിൽ നിന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റെഫർ ചെയ്യണം. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടി മറിച്ചൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ കയ്യിലേക്കാണ്. പിന്നീട് ഇപ്പൊ ജോലിയൊക്കെ കിട്ടി നിങ്ങൾ പോയാലും അതിനകത്തുള്ള ചില കാര്യങ്ങളെ ചിലപ്പോൾ നമ്മൾ റെഫർ ചെയ്യേണ്ടി വരും. സോ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വാങ്ങിച്ചു വെക്കണം, നിർബന്ധമാണ്. ഓക്കെ, എനിത്തിങ് എൽസ്? ഇനി എന്തെങ്കിലും ഉണ്ടോ?
ഓക്കെ ആണോ? ഇനി ബാക്കി എന്തെങ്കിലും ഡൗട്ട്സുകൾ നിങ്ങൾ വാങ്ങിച്ചു. ചില കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടി എന്ന് പറയുന്നു, ചിലർക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ദ വേ ആയിരിക്കും, ട്രാൻസ്ലേറ്റിലായിരിക്കും അവിടെ എത്തും. ചിലപ്പോൾ ദൂരം അനുസരിച്ചിട്ടായിരിക്കും എത്തുക. അപ്പൊ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കിട്ടും. ഇനി പോകെ പോകെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഈ സിലബസിൽ അല്ലാത്ത ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാം ഓർത്ത് വെച്ചിട്ട് പോയിന്റ് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ കുറച്ച് അധികം 1-2 കുഞ്ഞു സംശയങ്ങളൊക്കെ കൂടി ചേർത്ത് വെച്ച് ഒരു ദിവസം എന്നെ വിളിച്ചാൽ ബൈ ദ എൻഡ് ഓഫ് ദ വീക്ക്, ചിലപ്പോൾ ആഴ്ചയുടെ അവസാനമായിട്ട് പോട്ടെ, കുഴപ്പമില്ല, ആഴ്ചയുടെ അവസാനം വിളിച്ച് ഞാൻ വന്നിട്ട് ക്ലിയർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ മൺഡേ തുടങ്ങി ഫ്രൈഡേ വരെ എല്ലാ ദിവസവും ഒരേ മണിക്കൂറായിരിക്കും ക്ലാസ്. ഡേറ്റ് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ വരും കേട്ടോ, ഗൂഗിൾ ക്ലാസ് റൂമിൽ വരും. വെൻ ദ കോഴ്സ് വിൽ ബി സ്റ്റാർട്ടഡ്. റെഗുലർ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണെന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ വരുന്നതായിരിക്കും. വന്ന് വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാം. ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ സ്മാർട്ട് സ്ക്രീനിൽ വന്നിട്ട് വാങ്ങിക്കാൻ പറ്റും. വന്ന് വാങ്ങിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നോ പ്രോബ്ലം, അത് കുഴപ്പമില്ല. ഓക്കെ, യെസ്, എനിത്തിങ് എൽസ്? ഇനി എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇതുപോലെ എല്ലാവരും ക്ലാസ്സുകളിൽ, ലൈവ് ക്ലാസ്സുകളിൽ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ അറ്റൻഡ് ചെയ്യാം. അതല്ലെങ്കിലും മസ്റ്റ് ആയിട്ട് റെക്കോർഡ്സ് കാണണം. റെക്കോർഡ് വീഡിയോസ് എല്ലാ ദിവസവും ഇവിടുന്ന് ഒരു എന്താ പറയാ തടസ്സവും ഇല്ലാതെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി കാണുക. ഓക്കെ, വാച്ച് ചെയ്യുക. എന്നിട്ട് തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. വാച്ച് ചെയ്യാണ്ട് വെറുതെ എന്താ പറയാ നമ്മുടെ ചെറിയ ക്ലാസ്സിൽ ചെറിയ ക്ലാസ്സിലല്ല, 10ാം ക്ലാസ്സിലൊക്കെ ഉണ്ട്, പാരഗ്രാഫ് വന്നിട്ട് അതിന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തൂലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? പണ്ടൊക്കെ പാരഗ്രാഫ് വന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ, പാരഗ്രാഫ് റീഡ് ചെയ്തിട്ട് റൈറ്റ് ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടാവില്ല ഇംഗ്ലീഷ് പേപ്പറില്, മലയാളത്തിലും അതുപോലെ തന്നെ മലയാളത്തിലും ഇല്ലെന്ന് തോന്നുന്നു, അറിയില്ല, ഹിന്ദിയിലൊക്കെ അങ്ങനെ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? വായിച്ചു നോക്കും ആ നേരം പാരഗ്രാഫ്. ഒബ്വിയസ്ലി മെജോറിറ്റി കുട്ടികൾ ചെയ്യുന്നത് എന്താണെന്നറിയാം, ക്വസ്റ്റ്യൻ വായിക്കും, മുകളിലെ പാരഗ്രാഫ് ഇല്ല, ക്വസ്റ്റ്യൻ വായിക്കും. എന്നിട്ട് ആ ക്വസ്റ്റ്യനില് പർട്ടിക്കുലർ ആയിട്ട് ഏതെങ്കിലും ഒരു വേർഡ് ഉണ്ടെങ്കിൽ ആ വേർഡ് വരുന്ന സെന്റൻസ് മുകളിൽ എവിടെയെങ്കിലും വെച്ചാൽ അത് ആൻസർ ആയിട്ട് എടുത്തത്. അങ്ങനല്ലേ ഇതാണ്? ആണല്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ എന്താ പറ്റാന്നറിയോ? ചിലപ്പോ ചക്ക വീണ പോലെ ചെന്ന പോലെയാവും. എന്ത് പറ്റും? ചിലപ്പോൾ ശരിയാവും, ചിലപ്പോ ചിലരുടെ ശരിയാവും എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ ശരിയാവുള്ളൂ. കാരണം എന്താണെന്നറിയോ? ആ സെന്റൻസിനകത്തായിരിക്കില്ല ചിലപ്പോ അതിന്റെ കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് തൊട്ടടുത്ത സെന്റൻസിലായിരിക്കുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോ തൊട്ട് മുന്നത്തെ സെന്റൻസിലായിരിക്കുള്ളൂ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ആ വേർഡ് അവിടെ ഉണ്ടാവും, പക്ഷെ അതായിരിക്കില്ല കറക്റ്റ് ആൻസർ. ചിലപ്പോ നെക്സ്റ്റ് സെന്റൻസിലായിരിക്കും ആൻസർ ആയിട്ടില്ല. അപ്പൊ പക്ഷെ ചിലപ്പോഴൊക്കെ ശരിയാവും, ചിലപ്പോ അതേ സെന്റൻസിൽ തന്നെ വരും, അല്ലെങ്കിൽ ആ പോണെ കയ്യിൽ പോണെ. ഓക്കെ, അപ്പൊ അതുപോലെ അങ്ങനെയാണ് വരുന്നത്. ഇവിടെ അങ്ങനെ വരുന്നത് നമ്മൾ ആദ്യം എടുത്ത പോർഷൻസ് ഒന്ന് കേട്ടതിന് ശേഷം അതൊന്ന് 2 പ്രാവശ്യം ആ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചാൽ ആ ഭാഗം ഒന്ന് വായിക്കുക. ദെൻ നിങ്ങൾ ആ എന്താ പറയാ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കയറി അത് ചൂസ് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും 5-ൽ എത്ര മാർക്ക് കിട്ടിയിരുന്നു. ഓക്കെ, PG PGയുടെ എന്തോ ചോദിച്ചില്ലായിരുന്നു എന്താ പറഞ്ഞത്? PG ഞാൻ വായിച്ച് വന്നതായിരുന്നു, പക്ഷെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രേക്ക് ആവാതിരിക്കാൻ വേണ്ടി കണ്ടിന്യൂ ചെയ്തതാണ്. എന്തെങ്കിലും പറയാനോ? PGയുടെ ടെക്സ്റ്റ് ബുക്ക് വേറെയാണോന്നോ അങ്ങനെയാണോ ചോദിച്ചാൽ? ഞാൻ കംപ്ലീറ്റ് വായിച്ചില്ല, അതുകൊണ്ടാണ്. PGക്ക് വേറെയാണ് കേട്ടോ, PG ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അത് വേറെ തരും. അത് PG ആവാറാവുമ്പോഴേക്കും കിട്ടുള്ളൂ, ഇപ്പോഴേ തന്നെ വേണ്ടല്ലോ, ഡിപ്ലോമ കഴിയണ്ടേ. ഓക്കെ, അതെ, റെക്കോർഡ് ക്ലാസ് പിറ്റേ ദിവസമായിട്ട് കിട്ടുക. കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഗൂഗിളാണ്. ഗൂഗിൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുമ്പോഴേക്കും ഏകദേശം ഒരു മിഡ്നൈറ്റ് ആവും, രാത്രിക്ക് ആവും കേട്ടോ. രാത്രി കുറെ വൈകും, അപ്പോഴേക്കും ഓഫീസ് സ്റ്റാഫ് ഒക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ പിറ്റേ ദിവസം വന്നിട്ടാണ് അവരത് എടുത്തിട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് അപ്ലോഡ് ചെയ്ത് തരും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് PG ഡിപ്ലോമ രണ്ടും ഒരുമിച്ചാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് സ്റ്റുഡൻസ്. കറക്റ്റ് ആണ്, അതെ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? വൈകിട്ട് ചെയ്യാം. നിങ്ങൾ വിളിക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് സൈനിങ് ഓഫ്. താങ്ക് യു. താങ്ക് യു.